ഇന്ന് രാത്രി എൻ്റെ കരങ്ങളിൽ കർത്താവ് തന്നുവിട്ട ദൈവത്തിൻ്റെ ആലോചന വളരെ ഗൗരവമായി നിങ്ങളോട് പറയാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. സാധാരണ ഈ നമ്മുടെ ആത്മീക യോഗങ്ങൾ നടക്കുമ്പോൾ ആദ്യത്തെ ദിവസം യോഗത്തിന് പോകാനും അവസാനത്തെ ദിവസം യോഗത്തിന് പോകാൻ ഒരു ചെറിയ പേടി മനസ്സിനകത്തുണ്ട്. കാര്യം ആദ്യത്തെ ദിവസം ഇതെല്ലാം കൂടെ ഒന്ന് നേരെയായി വരുമ്പോൾ ഒരു സമയമാകും. ഒന്നാമത്തെ ദിവസത്തെ യോഗത്തിൻ്റെ പ്രത്യേകത സ്തോത്രം പറയണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കുന്ന ദിവസമാണ് ഒന്നാമത്തെ ദിവസം. മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ സ്തോത്രം ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി ഈ ദൂതിൻ്റെ അകത്ത് എന്നെ ഒന്ന് കൈവിട്ട് കളയാതെ നമുക്ക് ഒരുമിച്ച് യേശുവിൻ്റെ ക്രൂശിനെ ഉയർത്താനുള്ളത് കൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. നമ്മളൊരു വല്ലാത്ത കാലഘട്ടത്തിൽ നിൽക്കുന്നത്. എത്രയോ കിരാതമായ പീഡനങ്ങൾ നേരിട്ടതാണ് ദൈവത്തിൻ്റെ സഭ. തുടങ്ങിയ കാലം മുതൽ ചോര മണക്കുന്ന എത്ര അധ്യായങ്ങൾ സഭയ്ക്കുണ്ട്. ദൈവമക്കളെ ഗ്രൗണ്ടിൽ നിരത്തി കിടത്തി അവരുടെ ദേഹത്തൂടെ വണ്ടി ഓടിച്ച് കളിച്ചവർ, രഥം ഓടിച്ച് കളിച്ചവരുണ്ട്. അതുപോലെ മെഴുകിൻ്റെ അകത്ത് മുക്കി ദൈവദാസന്മാരുടെ ശരീരം കത്തിച്ചിട്ട് നെയ്ക്കണ്ട ഉരുകുന്ന വെട്ടത്തിൽ പന്ത് കളി കണ്ട നരാധമന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ഏറെ പറയുന്നത്? മൃഗത്തിൻ്റെ തോലിനകത്ത് വിശുദ്ധന്മാരുടെ ശരീരം ചുറ്റി വെയിലത്തിട്ടിട്ട് പപ്പടം പൊടിയുന്ന പോലെ ശരീരം പൊടിഞ്ഞ് കൂട് തകർത്ത് പ്രാണൻ പറക്കുന്നത് കണ്ട് കൈയടിച്ചവരുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നാനാത്വത്തിൽ ഏകത്വമുള്ള ത്രിവർണ്ണ പതാക ഉയർന്നു പറക്കുന്ന ഈ നമ്മുടെ രാജ്യത്ത് വടക്കേന്ത്യൻ തെരുവുകളിൽ എത്രയോ നിഷ്കരുണം കർത്താവിൻ്റെ ദാസന്മാർ പീഡ അനുഭവിക്കുക. എന്നിട്ടും എന്തിനാണ് സുവിശേഷ യോഗം? എന്നിട്ടും എന്തിനാണ് കാശ് മുടക്കുന്നത്? എന്നിട്ടും എന്തിനാണ് വെയിലത്ത് നിന്ന് പരസ്യയോഗം നടത്തുന്നത്? എന്നിട്ടും എന്തിനാണ് കൺവെൻഷൻ നടത്തുന്നത്? രക്ഷ വേറെ ആരിലും ഇല്ലാത്തത് കൊണ്ട് ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഈ ഭൂമിയുടെ മുകളിൽ യേശു എന്ന നാമമല്ലാതെ അത് കഴുത്ത് വെട്ടിയാലും കോലുകൊണ്ട് തലയോട് അടിച്ച് പൊട്ടിച്ചാലും വാളുകൊണ്ട് ഗളം അറുത്തു മാറ്റിയാലും ഉടല് നിലത്ത് കിടന്ന് പിടച്ചാലും റേഷൻ കാർഡ് കത്തിച്ചു കളഞ്ഞാലും മാവേലി സ്റ്റോറിൽ നിന്ന് ഓടിച്ചു വിട്ടാലും കർത്താവിൻ്റെ മടങ്ങി വരെ ഇന്ത്യ മഹാരാജ്യത്തിൽ സഭയ്ക്ക് പറയാൻ ഒരൊറ്റ ദൂതേ ഉള്ളൂ: രക്ഷ യേശുവിൽ മാത്രമാ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രമേയം യേശു. മക്കളെ ഫീഡ്ബാക്കിൻ്റെ ഒളിയും കുറയ്ക്കരുത്. ആരാ മോനെ മൈക്കിൻ്റെ ആളാരാ മോനെ? ഓക്കെ മോനെ, എന്നെ ഒന്ന് നോക്കിയത് കേട്ടോ, കൈവിടരുതേ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിനെ കാത്തിരിക്കണം. യേശു ആര്? എന്തിന് ജനിച്ചു? എങ്ങനെ? എവിടെ? എത്ര നാൾ ശുശ്രൂഷിച്ചു? എന്താണ് ശുശ്രൂഷിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? അടക്കം ചെയ്യപ്പെട്ടോ? ഉയർത്തെഴുന്നേറ്റോ? ഇപ്പോഴെവിടെയാണ്? കർത്താവിന് തിരിച്ചു വരുമോ? ഇങ്ങനെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങളുടെ മറുപടിയാണ് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പെന്തക്കോസ്തുകാർക്ക് പോയിന്റ് എഴുതിയെടുക്കാനല്ല ഞാൻ ഇവിടം വരെ വണ്ടി ഓടിച്ചത്. നാളെ നേരം വെളുക്കാനില്ലാതെ ഒരു മുറി കയറിലോ ഒരു കുപ്പി വിഷത്തിലോ മുടിഞ്ഞു പോകുമെന്ന് സാത്താന്യ ലോകം തകിടിലോ അന്ധകാരത്തിന്റെ ഭിത്തിയിലോ എഴുതി വെച്ച സാത്താന്റെ ചിന്തകളെ പൊളിച്ച് ചിലരെയെങ്കിലും ദൈവരാജ്യത്തിലേക്ക് രക്ഷപ്പെടുവാൻ ഒരു നാമമുണ്ടെന്ന് പറയാൻ, അതിലാണ് സുവിശേഷ യോഗം. മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ പിറന്നവൻ, കച്ചിമിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കിടന്നു കളിച്ചവൻ, ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറയത്തിൽ ഓടിക്കളിച്ചവൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, 12ാമത്തെ വയസ്സിൽ 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ ഉമ്മവെച്ച് നിൽക്കുന്ന യഹൂദന്റെ സ്വയാഹങ്കാരമായ യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയി എൻ്റെ കർത്താവ്
ന്യായപ്രമാണത്തിന്റെ 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചണ്ടി കളഞ്ഞ് ചാറകത്ത് കയറ്റിയ പൗരോഹിത്യ വൃന്ദങ്ങളോട് യേശു ന്യായപ്രമാണം പറയുമ്പോൾ യേശുവിന്റെ വയസ്സ് 12. അന്ന് യെരുശലേം ഒന്ന് ഞെട്ടിയതാണ്. ഇവനെ ആരും പഠിപ്പിച്ചതല്ല, ഇവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടെന്നവർക്ക് മനസ്സിലായി. ആരാധന കുന്നിന്റെ മുകളിൽ നിന്ന് മലയടിവാരത്തിലേക്ക് ഇറങ്ങി വരുന്ന യേശു അടുത്ത 18 വർഷങ്ങൾ യേശുവിന്റെ അൺനോൺ പീരീഡ് ആണ്, അറിവ് കൊടുക്കാത്ത കാലഘട്ടം. ആ 18 വർഷം യേശു എവിടെയായിരുന്നു? യേശു യെരുശലേമിൽ ഉണ്ടായിരുന്നു. തെളിവ് 2 വാക്യങ്ങളാണ്. ഒന്ന്, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. രണ്ടാമത്തെ വാക്യം, ഇവൻ തച്ചന്റെ കൊച്ചനല്ലയോ. സാധാരണ ഞാൻ എല്ലായിടത്തും പറയുന്ന വാക്ക് ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയാം. അതെ, അവൻ ഒരു നല്ല തച്ചനാണ്. ലോകത്തിൽ ആർക്കും പണിയാൻ കഴിയാത്ത തിരിഞ്ഞുപോയ തടികളെ, കുടുംബങ്ങളെ, തലമുറകളെ നശിക്കുന്ന കുടുംബങ്ങളെ ഇന്ന് രാത്രി പണിതെടുക്കാൻ കഴിവുള്ള ഏക തച്ചൻ അവന്റെ യേശുവാണ്. ആ കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവമക്കൾ. യേശു കർത്താവ് 30ാമത്തെ വയസ്സ് തികയുമ്പോൾ നടന്നത് കിലോമീറ്ററുകളാണ്. സുവിശേഷമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. യേശു നടന്നു ചെല്ലുന്നത് 2000 അടി പൊക്കത്തിൽ നിന്ന് ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിമെടുത്ത് കാട്ടാറ് പോലെ കലുതുള്ളി വരുന്നൊരു തോടുണ്ട് പലസ്തീനിൽ. അതിന്റെ പേര് യോർദാൻ, മരണ യോർദാൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന യോർദാന്റെ തീരത്തേക്ക് യേശു നടന്നു ചെല്ലുമ്പോൾ ഒരു അതികായനായ മനുഷ്യൻ, കട്ടിപ്പുരികമുള്ള, കഠിന ഭാഷ സംസാരിക്കുന്ന, ക്രാരവ ശബ്ദമുള്ള ഒരു മനുഷ്യൻ യോർദാന്റെ തീരം ഇളക്കുകയാ. ആരാണെന്നറിയാമോ? അവൻ ഒരു പുരോഹിതന് ദൈവം വയസ്സാം കാലത്ത് വാഗ്ദത്തം കൊടുത്ത ഒരു പൊന്നു സന്താനം, പേര് സ്നാപക യോഹന്നാൻ. അപ്പൻ തയ്പ്പിച്ചത് പൗരോഹിത്യ വസ്ത്രമാ, മകൻ ഇട്ടത് ഒട്ടകരോമത്തിന്റെ ഉടുപ്പാണ്. എനിക്കറിയില്ല, ഞാൻ ഈ നാടിനെ നോക്കി അവൻ ഇന്ന് രാത്രി ഒരു പ്രവചനം പറയുകയാ. പാരമ്പര്യത്തിന്റെ ഉടുപ്പുകൾ ഹാങ്കറിൽ കിടക്കുമ്പോൾ ചിലതിനെ ദൈവരാജ്യം വേർതിരിക്കാൻ പോകുകയാണ്. ആ കരമൊന്ന് തട്ടിയ ദൂതനോട് പ്രതികരിക്കാൻ, അതെ, അവൻ ഈ ദേശത്തിന്റെ മേൽ ഒരു ഉണർവിന്റെ കൊടുങ്കാറ്റ് എന്റെ തമ്പുരാൻ അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എനിക്കറിയില്ല, ഇങ്ങനെ ഒരു വാക്ക് പരിശുദ്ധാത്മാവിന്റെ അകത്ത് തരികയാ. സാത്താന്യ ലോകത്തിന് കണക്ക് തെറ്റുന്ന വർഷമാണ് 2026. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പാരമ്പര്യത്തിന്റെ നൂലാമാലകളെ അഴിച്ച് ദൈവം ചിലതിനെ പരസ്യമായി. യോഹന്നാന്റെ പ്രസംഗങ്ങൾ 4 യോഹന്നാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്നാനമാണ്. പ്രസംഗങ്ങൾ 4. 1, സർപ്പസന്തതിയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. ഈ യോഗത്തിൽ ചിലർ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അവർ യോഗത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സാധാരണ എപ്പോഴും പറയും, ഒരു കൺവെൻഷന് പോയി ഉണർന്നിരിക്കാൻ കൃപയും വേണ്ട, കൃപാവരവും വേണ്ട, പരിശുദ്ധാത്മാവും വേണ്ട. ഇരിക്കുന്ന കസേരയ്ക്ക് വാടകയുണ്ടെന്ന് മാത്രം ഓർത്താൽ മതി. മനസാക്ഷിയുള്ള ഒരുത്തരും കണ്ണടച്ചിരിക്കുകയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Praise God. യോഹന്നാന്റെ 1ാമത്തെ പ്രസംഗം, സർപ്പസന്തതിയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. പ്രസംഗം 2, എന്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ അയോഗ്യനാണ്. പ്രസംഗം 3, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രസംഗം 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ തീയിലിറക്കാൻ പോകുകയാ. യോഹന്നാൻ നോക്കുമ്പോൾ ആണ്ടൊരാൾ നടന്നു വരുന്നു. ആരാ നടന്നു വരുന്നറിയാമോ? ഉച്ചാരണ ശബ്ദം കൊണ്ട് ഉലകത്തെ ഉളവാക്കിയ ത്രിലോകങ്ങളുടെ അധിപനായ ഒരു മഹാദൈവം. യോഹന്നാൻ വിറച്ചു, അറച്ചു, അസ്ഥിരനായി പിറകോട്ട് കാല് വെച്ച് വിറപൂണ്ട് നിൽക്കുമ്പോൾ, അരുത്, ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞ് സൃഷ്ടിയാകുന്ന യോഹന്നാന്റെ കൈക്കീഴിൽ എന്റെ കർത്താവ് സ്നാനപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് നനഞ്ഞ മുടിയോടെ, നനഞ്ഞ തുണിയോടെ പൊങ്ങി വരുമ്പോൾ യോർദാന്റെ തീരങ്ങളെ ഇളക്കിക്കൊണ്ട്, ആകാശത്തെ ഇളക്കിക്കൊണ്ട്, അന്തരീക്ഷത്തെ കുലുക്കിക്കൊണ്ടൊരു പിതൃശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ,
ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന പിതൃശബ്ദം കേട്ടനന്തരം ആത്മാവിനാൽ യേശു മരുഭൂമിയിലേക്ക് നടത്തപ്പെടുകയാണ്. ഞാൻ യേശുവിന്റെ ചരിത്രമായി പറഞ്ഞു വരുന്നത്. യേശു മരുഭൂമിയിലേക്ക് നടത്തപ്പെടുകയാ. എന്തിനെന്നറിയാമോ? സാത്താന്യ ലോകം കെട്ടഴിക്കുന്ന പരീക്ഷണ പർവ്വതങ്ങളുടെ മുനയൊടിക്കാൻ. പരീക്ഷ ഒന്ന്. യേശുവിന്റെ അടുക്കൽ സാത്താൻ പറയുന്നു, കല്ലിനോട് അപ്പമാകാൻ പറ. സാത്താൻ ഉപയോഗിച്ച രണ്ട് പദങ്ങൾ. ഒന്ന്, ആമേൻ, നിനക്ക് വിശക്കുന്നില്ലേ? രണ്ട്, നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? ഒന്നുകൂടെ, നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? യേശു സാത്താന്റെ കണ്ണി നോക്കി പറഞ്ഞു, സാത്താൻ, ഇത് കല്ലപ്പമാക്കി തിന്ന് വയറ് നിറയ്ക്കാൻ ഇറങ്ങിയ തലമുറയല്ല, ഇത് വചനം കേട്ട് നിത്യത പോകാൻ ഇറങ്ങിയ തലമുറയാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് രാത്രി യോഗത്തിന്റെ ലക്ഷ്യം വെട്ടവും വെളിച്ചവും ശബ്ദവും വെച്ച് നാട്ടുകാരെ ഇളക്കാനല്ല, ഒരു തലമുറ നിത്യതയിലേക്ക് പോകാൻ. എത്ര പേരാ കരമടിച്ച് ആമേൻ പറയുന്നുണ്ട്? ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിക്കുമ്പോൾ, സുന്ദരനോ മനോഹര, നിന്റെ പിരിയാൻ കഴിയാത്ത ഒരു തലമുറ ദേശത്ത് എഴുന്നേറ്റ് വരാൻ പോകുകയാ. ഞാൻ ആ ഭാഗങ്ങൾ പറഞ്ഞു കയറി വരാം. പുതുനിയമസഭയുടെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് സ്ഥാപന ലോകത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങളല്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ലൗകിക ലോകത്തിന്റെ സെമി വെട്ടിഫേഡും കിടപ്പാക്കല്ലും ഗ്രാനൈറ്റും അടിച്ചുരുട്ടിയ 4800 സ്ക്വയർ ഫീറ്റിന്റെ വീട്, വേൾഡ് ബാങ്കിലെ, സ്വിസ് ബാങ്കിലെ, കാനറ, ICICI, IDBI ബാങ്കിലെ കുറെ കാശ്, 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 3.25 ഏക്കർ റബ്ബർ തോട്ടം, പിന്നെ ഡോളർ, ദിനാർ, പൗണ്ട്, യൂറോ, ദിർഹം. നോ, പണം വേണ്ടെന്നല്ല. പുതുനിയമസഭയ്ക്ക് അടിസ്ഥാനമിട്ടത് ലൗകിക ലോകം കെട്ടിപ്പോക്കാനല്ല, മറിച്ച് ഒരു തലമുറ വചനത്തിൽ ആശ്രയിക്കാൻ. ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തോത്രം കയ്യിലില്ലെങ്കിൽ വായ്പയെങ്കിലും മേടിച്ചൊരണമെന്ന് പറഞ്ഞു വെച്ചു പോകും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇറങ്ങിയത് എന്തിനാ? ഞാൻ എന്തിനാ രക്ഷിക്കപ്പെട്ടത്? ഞാൻ എന്തിനാ സ്നാനപ്പെട്ടത്? യേശുവിനെ സേവിക്കുന്നത് എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടുകാരെല്ലാം വീട് വെച്ചത് യേശുവിനെ സേവിച്ചിട്ടാണോ? അല്ല. വിശ്വാസികൾ വെച്ചതിനൊക്കെ 10 ഇരട്ടി വലിപ്പമുള്ള വീട് നിരീശ്വരന്മാരിവിടെ വെച്ചിട്ടുണ്ട്. എത്തീസ്റ്റുകൾ. ഹല്ലേലൂയ. ഇനി ഒരു മരിച്ചയാളെ ഉയർപ്പിക്കുന്നതും ഒരു കുഷ്ഠരോഗി സൗഖ്യമാകുന്നതുമാണ് ദൈവസഭയുടെ ലക്ഷ്യമെങ്കിൽ പുതുനിയമത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പഴയ നിയമത്തിൽ വലിയ വീരന്മാര് കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ല? നമ്മളൊരു യോഗത്തിൽ ചെന്ന് ഡെഡ് ബോഡിയെ തൊട്ടാൽ പോലും ഡെഡ് ബോഡി ഉയർക്കുകയില്ല. ഏലീശയുടെ കല്ലറ ചെന്ന് അസ്ഥിയെ തൊട്ടപ്പോൾ തൊട്ടവഞ്ചാടി എഴുന്നേറ്റെന്ന്. എന്നാ പവറാണ്! ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടുന്നില്ലേ? എൻ്റെ പവർ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ കൃപയാൽ ഈ പുസ്തകം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 30ാമത്തെ വർഷമായി. ഞാനിപ്പോൾ ഇരിക്കുന്ന 7ാമത്തെ സഭയാണ്. 28 വർഷം കഴിഞ്ഞു സഭാചാരത്തിലായിട്ട്. നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങി കസേരന്ന് അടിച്ചും കെട്ടി തറ വീണാലും ഞാൻ ഈ ദൂത് പറഞ്ഞു വെച്ച് വീട്ടിലോട്ട് പോകും. മുമ്പേ രജിപ്പാസ് പറഞ്ഞ പോലെ ഒന്ന് സ്തോത്രം ചെയ്തിരിക്കാമെങ്കിൽ അതാ നമുക്കൊരു അനുഗ്രഹം. ഞാൻ ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അധർമ്മമായിട്ട് ചിന്തിക്കരുത്. നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നിടത്ത് ഒരു ശൈല്യവും ഇല്ലായിരുന്നല്ലോ. ഒരു ശൈല്യവും ഇല്ലായിരുന്നു. ചുമ്മാ ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ട് ഉറങ്ങി മൂക്ക് ചെന്ന് തറയിൽ അടിച്ച് അവിടുന്ന് ശാന്തമായിട്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നത് ആരാധിക്കാൻ വേണ്ടി വന്നതാ. കണ്ട മുമ്പേ കൊച്ചുവമ്പാസ് പറഞ്ഞപ്പോൾ, ഞാൻ കർത്താവിദാസൻ പറഞ്ഞപ്പോൾ ഞാനിവിടെ നിന്ന് സന്തോഷിക്കുകയായിരുന്നു. 40 വർഷത്തിന് മുമ്പ് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ട് ചർച്ചിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കോട്ടയത്തുള്ള കവളാറ്റിങ്കരയുള്ള IPCയുടെ PM ഫിലിപ്പ് സാർ തുടങ്ങിയ പഴയ കൂട്ടായ്മകളിൽ ഒന്നാ. ആ സഭയിൽ നടക്കുന്ന ഏറ്റവും വലിയ യോഗത്തിൻ്റെ പേരാണ് കാത്തിരിപ്പ് യോഗം. കാത്തിരിപ്പ് യോഗം. ആരെയെ കാത്തിരിക്കുന്നു? കോട്ടിട്ട സാഹിബിനെയും അവിടുന്ന് വരുന്ന ഉപദേശിനെയും കാത്തിരിക്കുകയല്ല. അവർ കാത്തിരുന്നത് പരിശുദ്ധാത്മാവിനെയാ.
ഇപ്പം നടക്കുന്ന യോഗം കാത്തിരിപ്പ് യോഗമല്ല, കൂത്തിരിപ്പ് യോഗം എന്ന് പറയും. രാവിലെ 10 മണിയാകുമ്പം കൊണ്ട് കസേര വെക്കും, 1:15 ഇത് എടുത്തോണ്ട് പോകും. ഇതിനിടയ്ക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ദൈവമക്കളോട് പറയുന്നു, അടുത്ത യോഗമൊന്നും എൻ്റെ സ്വപ്നത്തിലില്ല. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ, അല്ലെങ്കിൽ ആത്മനിറവില്ലാത്ത ഒരുത്തനും സ്വർഗത്തിൽ എത്തത്തില്ല. അതങ്ങനെ തന്നെ. ഏതായാലും നിങ്ങൾ എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചതല്ലേ, ഒരു ശകലം അതൊന്ന് പറഞ്ഞു ദൂതന്റെ ഗൗരവത്തിലേക്ക് വരാം. എൻ്റെ ഈ ചെറിയ പ്രഭാഷണ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വിരട്ടിയ പേടിപ്പിച്ച ഒരു അധ്യായമുണ്ട് ബൈബിളിനകത്ത്. അത് മത്തായി സുവിശേഷം 25. എടുക്കണ്ട നിങ്ങൾ കുനിഞ്ഞാൽ പിന്നെ നിവരികയില്ല, എനിക്കറിയാം. ഒത്തിരി നാൾ കൂടി ബൈബിൾ കാണുമ്പോൾ ഒരു ആർത്തി കൊണ്ട് താഴോട്ട് വായിക്കാൻ വേണ്ട. എന്താ ഇവിടുത്തെ പ്രശ്നം? 10 കന്യകമാർ. വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? എന്താണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ചോദ്യത്തിന് അവിടെ ഒരു സിമ്പിൾ മറുപടി കിടപ്പുണ്ട്. മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി. ഞാനൊന്നുകൂടെ പറയട്ടെ, അക്വാബായുടെ വെള്ള ചുടുതാർ ഇടുന്നതോ ലിനന്റെ വെള്ള ഷർട്ട് ഇടുന്നതോ വട്ടയപ്പം പോലെ മുഖം വടിക്കുന്നിടത്തോ ക്രിസ്ത്യാനിറ്റി കെട്ടിക്കിടക്കത്തില്ല. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം മണിയറയാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇടവഴിയിൽ തട്ടി നിൽക്കാതെ മണവാളന്റെ മണിയറ. യേശുവിന്റെ നാമത്തിൽ ജയം. ഇത് കൊട്ടാരക്കരയാണല്ലോ, TPM-ന്റെ വലിയ കൂട്ടായ്മകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ അവര് പാട്ട് പാടുന്ന കേൾക്കാൻ നല്ല രസമല്ലേ? ആ തമ്പാർ എടുത്തു വെച്ച് നല്ല വെള്ളം ഉടുപ്പിട്ടുണ്ട്. എന്ത് രസമാ! പാടുന്നത് മുഴുവൻ മണവാളിനെ കുറിച്ചാണ്. ഞങ്ങൾ എന്ന് വരും, എപ്പോൾ വരും? ഓ എൻ മണവാള, എൻ മണവാള, എൻ മനക്കവർന്നൻ മനതാരിൽ കുടിക്കൊണ്ട സുന്ദര രൂപനെ പ്രിയനെ. ഇത് നമ്മൾ പാടുവാണ് 9 സ്കെയിലും ത്രിപടതാളവും വരും. ഓ എൻ മണവാള, എൻ മണവാള, എൻ മനക്കവർന്നൻ മനതാരിൽ കുടിക്കൊണ്ട സുന്ദര രൂപനെ പ്രിയനെ. ഇങ്ങനെ വിശ്വാസിയുടെ അകത്ത് തെളിഞ്ഞു കിടക്കുക മണവാളന്റെ മുഖം. അതുകൊണ്ട് അറിയാതെ ചോദിച്ചു പോകുക, എന്ന് വരും, എപ്പോൾ വരും? പോയതുപോലെ എൻ്റെ മണവാളൻ എപ്പോൾ വരും? എൻ്റെ കഷ്ടത്തിൽ ഞാൻ നനച്ചു മണവാളൻ വരുമെന്ന് എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് മണവാളന്റെ അടുക്കൽ എത്തിച്ചേരുക. ഞാൻ ആ ഭാഗം പെട്ടെന്ന് പറഞ്ഞു വിട്ടേക്കാം. അവിടെ 3 വാക്കുകൾ കിടപ്പുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാമത്തെ വാക്ക് കന്യക, 2-ാമത്തെ വാക്ക് പുറപ്പാട്, 3-ാമത്തെ വാക്ക് വിളക്കിലും പാത്രത്തിലും എണ്ണ. ഒന്നുകൂടെ പറയാം. 1-ാമത്തെ വാക്ക് കന്യക, 2-ാമത്തെ വാക്ക് നിന്നെ അല്ലേ വിളിച്ചത്, വേണേ പറയടാന്ന് അല്ലേ, പുറപ്പാട്. 3-ാമത്തേത് വിളക്കിലും പാത്രത്തിലും എണ്ണ. കന്യക എന്ന വാക്കിന്റെ അർത്ഥം പുരുഷൻ തൊടാത്തവൾ. പുരുഷൻ തൊടാത്തവൾ എന്ന് പറഞ്ഞാൽ അനിഷേധ്യമായ വിശുദ്ധ ജീവിതം. ഞാൻ എല്ലായിടത്തും പറയും, വിശുദ്ധി ഒരു പ്രസംഗ വിഷയമല്ല, അതൊരാചരണമാണ്. 1000 തവണ ഒരാൾ വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ട് പറയുന്നവൻ വിശുദ്ധനാകണമെന്നില്ല. പ്രസംഗമല്ല വിശുദ്ധി, വിശുദ്ധിയാണ് വിശുദ്ധി. ഹല്ലേലൂയ, ആമേൻ. ഈ മദ്രാസ് മെയിലിന്റെ ട്രെയിൻ ഇവിടെ ഉണ്ടല്ലോ, ട്രെയിനിൽ മദ്രാസിന് യാത്ര ചെയ്തിട്ടുള്ളവരുണ്ട് അറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എലി പെറ്റ് കിടക്കുന്ന ഒരു ട്രെയിനാണത്. എലി മനുഷ്യരെ കണ്ട് അറപ്പ് മാറിയേറിയ എലിയ. ഇങ്ങനെ നമ്മൾ നടക്കുന്ന പാസേജിൽ കൂടെ ഒക്കെ എലി നടക്കും. കാര്യം എന്നും മനുഷ്യരെ ഇങ്ങനെ കാണുമല്ലേ നമ്മൾ. അപ്പം നമ്മുടെ മുഖത്തോട്ടൊക്കെ നോക്കിച്ച് ഇങ്ങനെ വെച്ച് എലി അങ്ങ് പോകുന്ന കാണാൻ. എന്നതിൻ്റെ അർത്ഥം ആ സീറ്റിൻ്റെ അടിയിരിക്കുന്ന ചോറ് ഞാൻ തിന്നിട്ടുണ്ട്, തപ്പണ്ടെന്നാണ് അതിൻ്റെ മലയാളം. ഹല്ലേലൂയ. 1000 എലീനെ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിൽ പോവും. തിരുവനന്തപുരത്ത് നിന്ന് 1500 എലീനെ കൊണ്ട് ഇവിടെ വരും. പക്ഷേ എലിക്ക് ഭാഷയില്ലാത്തതുകൊണ്ട് ഇത് ഇവിടുത്തെ എലിയാണോ അവിടുത്തെ എലിയാണോ എന്ന് അറിയാനും മാർഗമില്ല. ഞാൻ പറഞ്ഞത് ഇത്രയോട്, എലി കയറിയതിൻ്റെ പേരിൽ മദ്രാസ് മേൽ ഇന്ന് വരെ പിടിച്ചിട്ടിട്ടില്ല ഒരിടത്തും. എലി കയറിയത് കൊണ്ട്
മദ്രാസ് മെയിൽ പോവില്ല എന്ന് ഇതുവരെ അതിൻ്റെ പൈലറ്റ് പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് ഒരു ഒറ്റ എലി എന്ന് പറഞ്ഞാൽ മതി, അവിടെ നിൽക്കും പരിപാടികളെല്ലാം. 260 യാത്രക്കാരെ വലിച്ചിറക്കും. എന്നിട്ട് അതിൻ്റെ എഞ്ചിനീയേഴ്സ് വന്ന് അകത്ത് കയറും. അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനം മുതൽ മുഴുവൻ റീചെക്ക് ചെയ്യുമെന്ന് അതിൻ്റെ ലഗേജ് മുഴുവൻ കുത്തിയിളക്കും. എന്നാൽ എലീനെ ആയിട്ട് പോയേക്കാമെന്ന് അവർ വിചാരിക്കുകയില്ല. അവനെ കണ്ടുപിടിച്ച് അവൻ്റെ ശവദാഹം കഴിക്കാതെ ആ ഫ്ലൈറ്റ് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യല. നഷ്ടപ്പെട്ടത് 4.5 മണിക്കൂറാ പാസ്റ്ററെ. ആളുകളെല്ലാം തിരിച്ച് ഫ്ലൈറ്റിനകത്ത് കയറ്റിയപ്പോ ഒരമ്മച്ചി ചോദിക്കുക, എടോ ഉണക്ക പൈലറ്റേ, 1000 എലിനെ കൊണ്ട് ഞങ്ങൾ മദ്രാസ് മെയിലെ പോയവരാ, തനിക്കെന്തൊരു അഹങ്കാരമാ, ഒരെലിനെ കൊണ്ട് പോയാൽ എന്നാ കുഴപ്പം? പൈലറ്റ് പറഞ്ഞത് മറുപടി കേൾക്കണോ? അമ്മ, നിലത്തൂടെ കിടന്ന് വലിയാനുള്ള വണ്ടിക്ക് എലി പ്രോബ്ലം അല്ല, എന്ന പറക്കാനുള്ള വണ്ടിക്ക് ഇത് പ്രോബ്ലമാണ്. വിശുദ്ധി സൂക്ഷിക്കേണ്ടത് വെലങ്ങര IPC മെമ്പർഷിപ്പ് കിട്ടാനല്ല, വിശുദ്ധി സൂക്ഷിക്കേണ്ടത് ലവടെത്താനാണ്. ഒരു നല്ല ആമേൻ പറയും. ഹല്ലേലൂയ. അങ്ങോട്ടാണെങ്കിൽ ഇത് അത്യാവശ്യമാണ്, ആ കാര്യം ഞാൻ വിടുന്നു. രണ്ടാമത്തത് പുറപ്പാട്, എക്സോഡസ്. പൗലോസിന്റെ ഭാഷ പറയാം, ബലഹീനവും ദരിദ്രമായ ആദി പാഠങ്ങളോട് വിട പറയണം. ഞാൻ ആ കോട്ടയം ഭാഷ പറഞ്ഞേക്കാം. ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോയി നോക്കി നിൽക്കാൻ ഒരു നല്ല വിശ്വാസിക്ക് ദൈവം അനുവാദം കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. ഉണ്ടോ? മനഃപൂർവ്വം ഉണ്ടായിരിക്കുന്നുണ്ടോ? എണ്ണ വിളക്കിൽ എണ്ണയുണ്ട് എല്ലാവരുടെയും കയ്യിൽ. എന്നെ ഒന്ന് കേൾക്കാവോ ശരിക്ക്? ഹല്ലേലൂയ. പുസ്തകത്തിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റി പറഞ്ഞാൽ എന്നെ വിടരുത്. പുസ്തകം പറഞ്ഞാൽ അംഗീകരിക്കുകയും കൂടെ ചെയ്യണം. വിളക്കിലും പാത്രത്തിലും എണ്ണ. ആമേൻ. ഈ എണ്ണയും കൊണ്ട് ഇവരിങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ കൊച്ചു വെച്ച് 5 പേര് എന്ന് വെച്ച് മറ്റേ 5 പേരുടെ കയ്യെ, ഈ കൈ മതി, 5 പേരുടെ കയ്യെ പിടിച്ചു വെച്ച് പറഞ്ഞു, ബ്രദറെ, ഈ വിളക്കിലെ എണ്ണയും കൊണ്ട് നമ്മൾ അങ്ങ് ചെല്ലുകയില്ല, അതുകൊണ്ട് നമുക്ക് പാത്രത്തിലും കൂടെ എണ്ണ എടുക്കണം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാർ എന്നോട് കൂടെ ഉണ്ടല്ലോ. ബ്രദറെ, വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലില്ല, അതുകൊണ്ട് പാത്രത്തിലൂടെ എണ്ണ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ 5 പേര് പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, ഞങ്ങൾ 63 മുതൽ ഈ വിളക്കിലെ എണ്ണയും കൊണ്ട് നടക്കുക, ഇതുകൊണ്ട് പോകുന്നിടം വരെ ഞങ്ങൾ പോകുന്നുള്ളൂ, നിങ്ങൾ പാത്രം എടുത്താട്ടെന്ന് പറഞ്ഞു. ഞാൻ ആരെ കുറ്റം പറഞ്ഞതല്ല. ഞങ്ങൾക്കിത് മതി. വിളക്കിലെ ഈ കൈയടി കൊണ്ട്, ഈ അന്യഭാഷ കൊണ്ട് എവിടെ വരെ പോകുമ്പോ അവിടെ വരെയാ ഞങ്ങളുള്ളൂ. നിങ്ങൾ പറ. ആമേൻ. ഞങ്ങളുടെ വീട്ടിൽ IPCയിലെ പാസ്റ്റർമാർ 2 ഉണ്ട്, എൻ്റെ അപ്പനും അമ്മായിയപ്പനും. ഹല്ലേലൂയ. ഞാൻ 95 PM സാറിൻ്റെ അടുത്ത് പഠിച്ചാണ് ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച്, ചർച്ചിനകത്ത് വന്ന് ആരാധിക്കാതിരുന്നതിൻ്റെ പേര് കർത്തൃമേശ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ദേവാസന്മാരെ, നിങ്ങൾ എന്നെ കൈവിട്ടാൽ എന്നാ ചെയ്യും? ബോക്സിൻ്റെ മറയത്തിരിക്കുന്നുണ്ട്, അവർക്കൊട്ട് കാണാനും മേല, ഞാനിത് കണ്ട് അനുഭവിക്കുകയും ചെയ്യും. ഒരു സഭയിൽ ഒരു 10 പേര് കൈയടിക്കാതിരുന്നതിൻ്റെ പേര് കർത്തൃമേശ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ആ കൈയടിക്കാത്തവൻ വലിയ കഷ്ണം എടുക്കുകയും ചെയ്യും. അതാ വിഷയം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ കൈയടിക്കുന്നില്ല, ഇയാൾ എന്തോ ചെയ്യും. അതിന് തമ്പുരാൻ പറഞ്ഞ മറുപടി ഉണ്ട്, കൊയ്ത്തോളം കള വളരട്ടെ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, കള പറിക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം വളരാൻ നോക്കുന്നതാ. ഹല്ലേലൂയ. ആരാധിക്കാത്തവനെ കൊണ്ട് ആരാധിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നീ ആത്മാവിൽ നിറയുന്നതാ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മറ്റേ 5 പേര് ആ പറച്ചിൽ നിർത്തി. കാര്യം ഇനി പറഞ്ഞാൽ വഴക്കാവും, ഇനി പറഞ്ഞാൽ വഴക്കാവും. അതുകൊണ്ട് 5 പേര് നിർത്തി. പക്ഷേ 10 പേരും വേർപിരിഞ്ഞിട്ടില്ല. 10 പേര് ഇപ്പോഴും ഒരുമിച്ച് തന്നെയാ. പക്ഷേ ശരീരം 10 ചർച്ചിനകത്തുണ്ടെങ്കിലും മനസ്സ് 2ആണ്. എന്തിൻ്റെ പേരിൽ? ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, വർഗത്തിൻ്റെ പേരിലല്ല, അഭിഷേകത്തിന്റെ പേരിൽ. 5 പേർക്ക് ഇത് മതി. 5 പേര് പറഞ്ഞു ഇത് പോരാ. 5 പേര് എന്ന് പാത്രത്തിൽ എണ്ണ എടുത്തു. ഈ ഒരു വാക്കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് തോതിന്റെ ഗൗരവത്തിൽ വരാൻ, ഈ ആരാധിക്കാത്തവർക്ക് ആരാധിക്കുന്നവരോട് ഇഷ്ടക്കേടുണ്ട് നല്ല പോലെ. പക്ഷേ
എടി അങ്ങനെ ആരാധിക്കരുത് അമ്മാമ്മയെന്ന് പറയാനുള്ള ധൈര്യമില്ല. കാര്യം അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അമ്മാമ്മ ജഡിക അമ്മാമ്മയാന്ന് മറ്റുള്ളവർ വിചാരിക്കും. അതിന് പറഞ്ഞ പരിപാടി എന്നറിയോ? സുഭാഷ് കുമരത്തിന് നല്ല മെസ്സേജ് ആയിരുന്നു. ഏലിയമ്മയുടെ ബഹളം കാരണം ഒന്നും കേൾക്കാൻ പറ്റിയില്ലെന്ന് പറയും. മനസ്സിലായില്ല? ഞാൻ മുണ്ടക്കയത്തെ ഏലിയമ്മയുടെ കാര്യമാണ് പറഞ്ഞ്, ഇവിടുത്തെ അല്ല. ഭയങ്കര ദൂതായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഓർത്തു സുഭാഷ് കുമരത്തിന്റെ ദൂത് നല്ലതായിട്ടായിരിക്കും പറഞ്ഞത്. പിറ്റേ ദിവസം ഈ ഒച്ച വെക്കുന്ന ഏലിയമ്മയ്ക്ക് പനിയായിരുന്നു. ഏലിയാമ്മ വന്നില്ല. അന്നേരം മുത്തുപെറുക്കുന്ന ഈ ആന്റി വായും തുറന്നിരുന്ന് ഉറങ്ങുമായിരുന്നു. നിങ്ങൾ പറ, അപ്പോഴത്തെ വിഷയം എന്താ? ആരാധന ഇഷ്ടമല്ല, ആത്മനിറവ് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ഒറ്റ വാക്ക് പറഞ്ഞു, ഞാൻ പുസ്തകം പറഞ്ഞു ഞാനങ്ങ് പോയേക്കാം. ആമേ. ഈ 10 പേരും കൂടെ മണിയറയുടെ വാതിക്ക് മണവാളൻ വരുന്നു ഒരു ശബ്ദം കേട്ടു. എഴുന്നേറ്റ് വിളക്ക് തെളിച്ചപ്പോ 5 പേർക്ക് മനസ്സിലായി, എണ്ണ പോരാ, എണ്ണ പോരാ, എണ്ണ പോരാ. ഇന്ന് രാത്രി ആരോ മനസ്സിൽ പറയടാ, സുഭാഷ് കുമരകമേ, നീ കുമരകത്തുനിന്നല്ല, നീ കോതമംഗലത്തുനിന്ന് വന്നാലും ഞങ്ങൾ ആരാധിക്കുകയല്ല, വേണ്ട. പക്ഷേ ആരാധിക്കാതിരുന്നത് അബദ്ധമായെന്ന് നമ്മൾ അറിയുന്ന ഒരു ദിവസമുണ്ട്. കൈയടിക്കാത്തത്, അന്യഭാഷ പറയാത്തത്, ആത്മനിറവ് ഏറ്റെടുക്കാത്തത് ദുരന്തമായെന്ന് നീ നിന്റെ തലയിൽ അടിച്ചു പ്രാകുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. നിങ്ങൾ തോമസ് ഊട്ടി പാസ്റ്ററോടൊക്കെ ചോദിച്ചു നോക്കിക്ക്, പണ്ടത്തെ അപ്പച്ചന്മാർ മുഴങ്കാലിരുന്ന് ആഞ്ഞ് ദൈവത്തെ ആരാധിച്ചത്. പാസ്റ്ററപ്പച്ച വീടില്ല, കയറിക്കിടക്കാൻ വീടില്ല, കഴിക്കാൻ ആഹാരമില്ല, ഉടുക്കാൻ നല്ല വസ്ത്രമില്ല, ഓടുന്ന വാച്ചില്ല, മുൻപോട്ട് നോക്കിയ ഒരു പിടിപാടുമില്ല, ആകെ ആശ്രയം ദൈവം മാത്രമാ. എങ്ങനെ ആരാധിക്കാതിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവരങ്ങ് പിടിവിട്ടാരാധിച്ചു, അവര് പിടിവിട്ടാരാധിച്ചു. ഇന്നിപ്പം നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക, എന്തിനാ ആരാധിക്കുന്നത്? ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, കിഡ്നി മാറ്റി വെക്കണോ, ഹാർട്ട് മാറ്റി വെക്കണോ, എന്നാ കുഴപ്പം? സ്റ്റാർ ഹെൽത്ത് ഉണ്ട്. ഹല്ലേലൂയ. ഒറ്റ വാക്ക് പറഞ്ഞ ഭാഗം വിടുകയാ. മണിയറയുടെ വാതിക്കെ ചെന്നപ്പോ ഈ 5 പേരും മറ്റേ 5 പേരോട് ചോദിക്കുക, ശരിയല്ലേ ദേവാസന്മാരെ, ഞങ്ങൾക്ക് കൂടെ ഇച്ചിരി എണ്ണ തരാം. എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു. അന്ധകാര മണ്ഡലമേ എന്നൊന്നും അവർ വിളിച്ചില്ല. അവർ സ്നേഹത്തോട് പറഞ്ഞു, ബ്രദറെ, നിങ്ങൾക്ക് ഞങ്ങൾക്കും കൂടെ തികയില്ലെന്ന്. അപ്പൊ ഒരു കാര്യം ഡയറിയിൽ എഴുതി വെക്കണം, എനിക്ക് വേണ്ട എണ്ണ വേറൊരാൾക്ക് പ്രാപിക്കാൻ പറ്റുകയില്ലെന്ന് എഴുതണം. ഹല്ലേലൂയ. ഭർത്താവിന്റെ എണ്ണയുണ്ട്, ഭർത്താവ് പോകും. ചെല്ലു പറഞ്ഞ അമ്മമ്മനെ ഉപവാസന വിട്ടിട്ടുണ്ടെന്നാ, കുഴയും. എവിടെ കുഴയും? അവിടെ. കർത്താവ് പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ ചെവി കിടക്കട്ടെ. 5 പേര് എണ്ണയില്ലാതെ എണ്ണ നേടാൻ വേണ്ടി കറങ്ങിപ്പോയിച്ച് തിരിച്ചു വരുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്ക, ഞാൻ നിങ്ങളെ ഒച്ചത്തി പറഞ്ഞ്. എത്ര വർഷമായിട്ട് കർത്താവിന്റെ പുറകെ നടന്നവരാ ഇവര്. അപ്പൊ എണ്ണയില്ലാത്ത ഒരുത്തനെ തമ്പുരാൻ അറിയാൻ മേല. അത് സങ്കോചമില്ലാതെ ദൈവാത്മാവ് പറയും, എനിക്ക് ഇയാളെ അറിയാൻ മേലെന്ന് പറയും. അന്നേരം നമ്മൾ പറയൂ, ഞാൻ കഴിഞ്ഞ ഏറിയ വർഷങ്ങളായി കർത്താവ് ഒന്ന് ഇട്ടേച്ച് പോടാന്ന് പറയും. എണ്ണയില്ലാതെ വിട്ടേര്, ആ ഭാഗം വിടുന്നു. അങ്ങനെ കർത്താവ് സാത്താൻ കെട്ടഴിച്ചു വിട്ട 1ാമത്തെ പരീക്ഷ കല്ലിനോട് അപ്പമാകാൻ. യേശു സാത്താന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത് വയറ് നിറയ്ക്കാൻ ഇറങ്ങിയ തലമുറയല്ല, ഈ തലമുറയുടെ ലക്ഷ്യം വചനമാണ്. ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാണ്. 1ാമത്തെ പരീക്ഷ കഴിയുന്നു. എനിക്കത് വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്, എൻ്റെ വിഷയം വേറെ ആയതുകൊണ്ടായി ഓടുന്നത്. 2ാമത്തെ പരീക്ഷ, ദേവാലയ ഗോപുരത്തിന്റെ മേളിക്കെട്ടി ചാടിക്കോ, നിന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. അതിന്റെ മലയാളം ഞാൻ പറയാം, പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. ഒന്നുകൂടെ പറയട്ടെ, പിടിക്കുമോ എന്നറിയാൻ ടെസ്റ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ബന്ധം സ്ട്രോങ് ആണ്. ചാടിയാ പിടിക്കുകയില്ല, നീ തള്ളിയിട്ടാൽ തമ്പുരാൻ പിടിച്ചോളും. ആമേൻ. പരീക്ഷ 3, ഒരൊറ്റ ആരാധന എനിക്ക് തരാമെങ്കിൽ 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം ഞാൻ നിനക്ക് തരാം. സാത്താൻ കൊണ്ടുവച്ച ദോഷം കണ്ടോ? 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം നിനക്ക് തരാം, പക്ഷേ ഒരാരാധന എനിക്ക് തന്നാം. അപ്പൊ സാത്താന് മനസ്സിലായി, നല്ല ഒരു ആരാധനയ്ക്ക് 5 ഭൂഖണ്ഡത്തെക്കാൾ വിലയുണ്ടെന്ന്.
ആ ആരാധന സ്ഥിരം മുടക്കുന്നവരുണ്ടെങ്കിൽ ഇന്നുകൊണ്ട് നിർത്തിക്കോണം. ഹല്ലേലൂയ. 5 ഭൂഖണ്ഡത്തൊക്കെ വിലയാ ഒരൊറ്റ ആരാധനയ്ക്ക്. യേശു സാത്താനോട് പറഞ്ഞു, ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. അങ്ങനെ സാത്താന്യ പരീക്ഷണ പർവ്വതങ്ങളുടെ മുനയൊടിച്ച് 37 അത്ഭുതങ്ങൾ. 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യായിറോസിന്റെ മകളെ വീട്ടിലും വിധവയുടെ മകനെ റോട്ടിലും ലാസറിനെ കല്ലറയ്ക്കകത്തും. ഞാൻ ഈ നാടിനോട് ദൂത് പറയട്ടെ, വീട്ടിൽ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ വന്ന് തിരിച്ചു തരും. റോട്ടിൽ കൈവിട്ടുപോയാൽ അവിടെ വന്ന് മടക്കി തരും. അല്ല, കല്ലറയിൽ കൈവിട്ടുപോയാൽ അവിടെ നിന്ന് തിരിച്ചു തരാൻ കഴിവുള്ള ഒരാൾ ഇന്ന് രാത്രി പന്തലിൽ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്ന. അനസ്യൂതം ഒഴുകുന്ന നദി പോലെ ഏതാണ്ട് 37 അത്ഭുതങ്ങൾ യേശു ചെയ്യുകയാ. 3 കുരുടന്മാർക്ക് കാഴ്ച. എന്റെ പ്രസംഗത്തിൽ ഞാൻ സാധാരണ പറയുന്ന ഒരു വാക്ക്: 1, ആരും തൊടാത്തവരെ യേശു തൊടുമെന്നും. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടുമെന്നും. 3, ആരും കയറാത്ത വീട്ടിൽ യേശു കയറുമെന്നും. അങ്ങനെയാണെങ്കിൽ നാട്ടുകാര്, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. അവഗണിക്കപ്പെട്ടവനെ, തള്ളപ്പെട്ടവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നാം ആരാധിക്കുന്ന യേശുവാണ്. പോട്ടെ, അങ്ങനെ 37 അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്യുന്നു. നിങ്ങൾക്ക് ചരിത്രങ്ങൾ മുഴുവൻ അറിയാം. ഞാൻ പോകുന്നത് ഗാൽഗുത്തായുടെ മരണം മണക്കുന്ന, ചോര മണക്കുന്ന, ആ പൊടി പറക്കുന്ന കുന്നിന്റെ മുകളിലേക്കാണ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഗെത്സമന തോട്ടത്തിൽ വെച്ച് അരുമശിഷ്യന്റെ ചുടുചുംബനത്താൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. യേശു കർത്താവ് ഒറ്റ കൊടുക്കപ്പെടുകയാണ്. അരുമശിഷ്യന്റെ ചുടുചുംബനത്താൽ. ഞാനിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയുകയായിരുന്നു, യൂദ കെട്ടിത്തൂങ്ങി കിടക്കുന്നു ഒരിടത്ത്. യൂദ കെട്ടിത്തൂങ്ങി കിടന്നാൽ ദൈവത്തിന്റെ സഭ യൂദായുടെ കെട്ടിത്തൂങ്ങിയ ശരീരത്തെ ഇടിച്ചു നിൽക്കത്തില്ല. അത് സൈഡിൽ കിടക്കും, സഭ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. കുറെ നാൾ കഴിഞ്ഞപ്പോ അനന്യാസും സഫീറും പെട്ടിക്കകത്ത് കയറുന്നു. ശവപ്പെട്ടി ആരാധിച്ചുകൊണ്ടിരുന്ന 2 പേര് പെട്ടിക്കകത്ത് കയറിയാലും സഭ അവിടെ ഇടിച്ചു നിൽക്കത്തില്ല. ഞാൻ ദൈവമക്കോട് പറയാ, ഇളകി തുള്ളിയാലും സഭ മുൻപോട്ട് പോകും. നാള് എന്നോട് ഒരാൾ ചോദിച്ചു, അറിഞ്ഞായിരുന്നോ ഒരാൾ കെട്ടിത്തൂങ്ങിയത്? ഞാൻ പറഞ്ഞ, അറിഞ്ഞായിരുന്നോ നിങ്ങൾ യൂദ തൂങ്ങിയത്? നിങ്ങൾ മിണ്ടുന്നില്ല. ആരാണ്ട് കെട്ടിത്തൂങ്ങി ഞാൻ അറിഞ്ഞു എന്ന്. ഞാൻ പറഞ്ഞു, യൂദ കെട്ടിത്തൂങ്ങിയത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നമ്മളല്ലേ അറിയുന്നത് ഈ പുള്ളി ഒറ്റിക്കൊടുത്തിട്ടാ തൂങ്ങിയെന്ന്. പക്ഷേ കർത്താവ്, നാട്ടുകാരെല്ലാം പറയുന്നതെന്നറിയോ, യേശുവിന്റെ കൂടെ നടന്ന ഒരാള് തൂങ്ങി. കർത്താവ് പറഞ്ഞു, അവരവിടെ കിടക്കും, ഞാൻ ഇതിലെ കൂടെ അങ്ങ് പോകും. ഞാൻ ദൈവമക്കളോട് ഒരു ഉറപ്പ് പറയാം, ഒരു സംഭവങ്ങളിലും സഭ ഇടിച്ചു നിൽക്കുകയില്ല. ധൈര്യമുള്ളവരാ കൈ ഒന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഒരു വേദന, കാര്യം ഇത് ചോര കൊടുത്ത് ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ ഒരച്ഛന്റെ കാശ് കൊണ്ടുണ്ടാക്കിയതല്ല സഭ. ഇത് യേശുവിന്റെ ചോരയാ. ഇത് ഒരിടത്ത് ഇടിച്ചു നിൽക്കുകയില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ ആ കരമൊന്ന് തട്ടി കർത്താവിനെ ആരാധിക്കാൻ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ദൈവസഭകളെ നിരാശപ്പെടുത്താൻ കയറി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾ ശാസിക്കുകയാണ്. പോട്ടെ, യൂദായുടെ ചുംബനത്താൽ ഒറ്റുകൊടുക്കപ്പെടുന്നു. യേശു രക്തം വിയർക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടനോട് കൂടെ വരണേ. യേശു കർത്താവ് രക്തം വിയർക്കുന്നു. ഗെത്സമനയുടെ എണ്ണച്ചക്കെന്നർത്ഥമുള്ള ആ മണ്ണിൽ ആമേൻ യേശു കർത്താവ് വാവിട്ട് കരയുക. രോമകൂപങ്ങൾ കൂടെ ചോരത്തുള്ളി പോലെ വിയർപ്പ് തുള്ളികൾ ബഹിർഗമിക്കുകയാണ്. യേശുവിന്റെ അന്തരംഗം ഉലഞ്ഞു പിടയുകയാണ്.
യേശു അവിടെ കിടന്നുണ്ട് ഒറ്റ കരച്ചില. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്ര എങ്കിൽ നിന്നൊന്ന് നീക്കിത്തരണമേ എന്നുറക്കം നിലവിളിക്കുന്നവൻ. ആമേ പീലാത്തോസിന്റെ അരമനയിൽ ആപാത ചൂടം അടിക്കപ്പെടുകയാണ്. ആമേ വള്ളി വളഞ്ഞു കയറുന്ന വടിയുടെ അറ്റത്ത് ആയുധം ഘടിപ്പിച്ച് അർത്ഥവൃത്താകൃതിയിൽ കൽക്കുറ്റിയിൽ കമഴ്ത്തി കിടത്തി കാരിരുമ്പിന്റെ ഉരുക്കുമുട്ടിയുള്ള കാപാലികന്മാർ അലറി അടിച്ച് താമര ഇതള് പോലെ മാർദ്ദവത്വമുള്ള യേശുവിന്റെ ശരീരം ആമേ ചോര ഒഴുകി ഉണങ്ങിയ അറവശാലയിലെ കുറക് പോലെ സ്വരൂപം വിരൂപമാക്കി മാംസപിണ്ഡമാണോ മനുഷ്യരൂപമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ ആപാദചൂടം തകർന്നുടഞ്ഞുലഞ്ഞ് ചോരക്കറ ഒഴുകി ഇറങ്ങി ആമേ ചോര തുപ്പുന്ന ആമേ യേശു കർത്താവ് എണ്ണ തുപ്പുന്ന പൈൻമരവുമായി ഗാൽഗോഥായുടെ നെറുകയിലേക്ക് നടക്കുകയാണ്. കൂടെ വരുന്നുണ്ടോ? ആമേൻ. ഗാൽഗോഥായുടെ നെറുകയിൽ 11 വീണ് യേശു കർത്താവ് ഗാൽഗോഥായുടെ നെറുകയിലേക്ക് നടക്കുമ്പോൾ മരണം മണക്കുന്ന ഗാൽഗോഥായുടെ നെറുകയിൽ ആ 2 മരത്തടികൾ ചേർത്ത് ചതുരവടിവുള്ള ആണി, അതിനു മുമ്പ് യേശു ഏറ്റ അടി 80 കുതിരയുടെ ചാട്ടവാറുകൾ പിന്നിയതാണ്. ഈയക്കട്ടിയും എല്ലിന്റെ കഷ്ണം മുൾക്കൊലത്തും ചൂണ്ടയും ആപാദ ചൂടം അവനെ തകർത്ത് ആണിയിൽ യേശു തൂങ്ങിക്കിടക്കുകയാണ് ഗാൽഗോഥായുടെ നെറുകയിൽ. ആ ഗാൽഗോഥായുടെ നെറുകയിൽ കിടന്നുകൊണ്ട് എന്റെ വാക്യത്തിൽ ഞാൻ വന്നു. ഒരു കാതടപ്പിക്കുന്ന പ്രാർത്ഥന, ഒരു നിലവിളി, ഒരു കരച്ചിൽ, ഒരു ഏങ്ങലടി, ഒരു പെരുമൂച്ച്. യേശുവിന്റെ വാലി ഏലി ഏലി ലമാ ശബക്താനി ശബക്താനി. എന്നെ ശ്രദ്ധിക്കണം, ബൈബിളിനകത്തെ 18 കരച്ചിലുകൾ അക്കമിട്ട് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞ ഞാൻ പ്രസംഗത്തൊഴിലാളിയായി പോകും. ഞാൻ അതിന് വന്നതല്ല. ആമേൻ. ഇവിടുത്തെ കരച്ചില്, ആമേൻ, ഹാഗാറിന് കൊച്ചിന് വെള്ളം കുടിക്കാനില്ലാതെ മകൻ മരിച്ചു പോകുമെന്നുള്ള അമ്മയുടെ തീവ്രാധിക്യത്തിലുണ്ടായ കരച്ചിലല്ല ഇവിടെ നടക്കുന്നത്. കഴിക്കാൻ ആഹാരമില്ലാത്തതിന്റെ പേരിൽ ഒരു വീട്ടുകാര് കരയുന്നതല്ല ഇവിടുത്തെ കരച്ചില്. രാത്രി മീൻ കിട്ടാഞ്ഞതുകൊണ്ട് ഒരാൾ കരയുന്ന കരച്ചിലല്ല ഇവിടുത്തത്. ഈ കരച്ചിൽ എന്റെ യേശുവിന്റെ കരച്ചിലാണ്. അത് തന്റെ പാപത്തിനു വേണ്ടി അല്ല. ആ കരച്ചിൽ ലോകത്തിൽ, ഇനി എന്നെ ശ്രദ്ധിക്കണേ, ആഴത്തിൽ കേൾക്കണേ, ലോകത്തിൽ പാട്ട് പ്ലാൻ ചെയ്ത് വെക്കാം. പ്ലാൻ ചെയ്തില്ലേ ഇന്ന് രാത്രി ഏതൊക്കെ പാടണമെന്ന്? കൊച്ചുവൻ സഹായിച്ചേ. അന്നേരകുമാർ ചോദിച്ചില്ലേ സ്കെയിൽ ഏതാന്ന് പറഞ്ഞു കൊടുത്തില്ലേ? ഉണ്ടോ? അതുകൊണ്ട് വലിയ ഗമയ്ക്ക് നിന്നങ്ങ് വായിക്കുക. പ്ലാൻ ചെയ്തു, വാട്സാപ്പിനകത്ത് ഇട്ട് കൊടുത്തു, ഇന്ന പാട്ടാണ്, ജി പിടിച്ചോണം, ജി മാറിയ കണ്ണുരുട്ടിക്കാണ്. ഉണ്ടോ? പ്ലാൻ ചെയ്തു. യോഗം നടത്തിയപ്പോ ഈ സഭയിലെ സെക്രട്ടറി അങ്കിളും പാസ്റ്ററും മറ്റപ്പച്ചന്മാരെല്ലാം നമുക്ക് കൃത്യ 7:30 തന്നെ മെസ്സേജിന് സമയം കൊടുക്കണം. അങ്ങനെ കാർക്കശ്യത്തോടെ പറഞ്ഞത്. എന്നാ കാർക്കശ്യം പറഞ്ഞാലും സമയം പോയിട്ടേ കിട്ടുള്ളത്. പിന്നെ ഇവിടെ നേരത്തെ കിട്ടി. സ്വോത്രം. ഇതെല്ലാം പ്ലാനിങ് ആണ്. ഇതെല്ലാം പ്ലാനിങ്. ഈ കൺവെൻഷൻ ആര് പാടണം പ്ലാൻ ചെയ്യുക. അതല്ലാതെ കൺവെൻഷൻ വൈകുന്നേരം 3 മണിയായപ്പോൾ കൊച്ചുവൻ ഞാൻ ഇതിലെ പോയി വന്ന് പാടിയേച്ചു പോകാൻ പറഞ്ഞ് വിളിച്ചതല്ലല്ലോ. ഇറ്റ്സ് എ പ്ലാനിങ്. പക്ഷേ ലോകത്തിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ മേലാത്തൊരു സാധനമുണ്ട്, കരച്ചില്. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു അപ്പനോട് മക്കൾ പോയി ചോദിക്കുക, പപ്പ മരിക്കുമ്പോൾ ഞാൻ എങ്ങനെ കരയണമെന്ന് ചോദിക്കുന്നത് ഓർമ്മയാണ്. പുള്ളി ഒറ്റയടിക്ക് നിന്നെ കൊല്ലും. ഹല്ലേലൂയ. നിങ്ങൾ അതിനകത്തെ അസ്വസ്ഥതയൊന്നും ആലോചിച്ച് ഒരപ്പനോട് ചോദിച്ച് മക്കൾ ചോദിക്കുക, പപ്പ മരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെ ഇടിച്ച് കരയണോ, കൈ ഉയർത്തി കരയണോ ചോദിക്കാം. അപ്പോൾ കരച്ചിൽ എന്ന് പറയുന്നത് വൈകാരികമായൊരു വിക്ഷോഭമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് പ്ലാനിങ്. നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. കണ്ടില്ലേ ഇന്ന് ഒരു കർത്താവിൻ്റെ ഒരു പെൺകുഞ്ഞ് ആക്സിഡന്റിൽ മരിച്ചത് കണ്ടില്ലേ? മെറീന റെജി. ഓ മൈ ഗോഡ്.
ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു കുഞ്ഞു പാട്ട് എഴുതിയപ്പോൾ ആ കൊച്ച് എന്നെ മെസ്സഞ്ചറിനകത്ത് വിളിച്ചിട്ട് പാസ്റ്റങ്ങളെ ഞാൻ ആ പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറയുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തൊരു ഒരു പെൺകൊച്ച കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമേ ആയുള്ളൂ. അയ്യോ ആ അപ്പൻ്റെ വേദന, അമ്മയുടെ വേദന, അയ്യോ ആ ഭർത്താവിൻ്റെ 1 വർഷമേ ആയുള്ള ആ മനുഷ്യൻ, അയാൾ എങ്ങനെയായിരിക്കും കരയുന്നത്? അയാളുടെ എങ്ങളുടെയും നോട്ട് പ്ലാനിങ് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാ പ്ലാൻ ചെയ്ത് വെക്കുന്ന കരച്ചിൽ വികാരത്തിൻ്റെ വിക്ഷോഭമാണെങ്കിൽ, വേദനയുടെ എവറസ്റ്റ് ആണെങ്കിൽ ലോകത്തിൽ പാട്ട് പ്ലാൻ ചെയ്യാം, പ്രാർത്ഥന പ്ലാൻ ചെയ്യാം, പ്രസംഗം കുറിപ്പുമായിട്ട് വരാം. പക്ഷേ ആമേ കരച്ചിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ യേശുവിന്റെ കരച്ചിലിന്റെ പ്രത്യേകത കേൾക്കണോ? കരയുന്നതിന് 1000 വർഷത്തിന് മുമ്പ്, 1000 years back, 1000 വർഷത്തിന് മുമ്പ് ഏത് വാക്ക് പറഞ്ഞ് കരയണമെന്ന് നേരത്തെ പ്രവചിച്ചു വെച്ച ആകാശത്തിന്റെ കീഴിലെ ഏക കരച്ചില് എന്റെ യേശുവിന്റെ കരച്ചിലാ. ആ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ദാവീദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ സങ്കീർത്തനത്തിൽ എഴുതി വച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വീതി വിസ്താരത്തിൽ പ്രസംഗിക്കാൻ നിന്നാൽ പഴയ നിയമത്തിന്റെ പുസ്തകത്താളുകളിൽ നിന്ന് 268 പ്രവചനങ്ങൾ, ഒന്നുകൂടി ആവർത്തിക്കാം, പഴയ നിയമത്തിന്റെ പുസ്തകത്താളിൽ നിന്ന് 268 പ്രവചനങ്ങൾ ഒരാളിൽ വന്ന് ഇടിച്ചു നിൽക്കുകയാ. ആ ആളെന്റെ യേശുവാ. ഹല്ലേലൂയ. ആമേ. 1000 വർഷത്തിന് മുമ്പ് ബിന്നി പാസ്റ്റർ ഞാൻ ഇങ്ങനെ ഒന്ന് പ്രസംഗിച്ചോട്ടെ. ഒരു യഥാർത്ഥ ദൈവഭക്തൻ കരയുന്നതിന് 1000 വർഷത്തിന് മുമ്പ് അവന്റെ വേദനയുടെ ആഴമളക്കാൻ കഴിവുള്ള ഒരാത്മാവാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എൻ്റെ പൊന്നമ്മമാർ ആമേൻ പറയണം. നീ കരയുന്നതിന് മുൻപ് നിന്റെ വേദനകളെ അളക്കാൻ കഴിവുള്ള, നിന്റെ ദുഃഖത്തെ അളക്കാൻ കഴിവുള്ള ആ കൈയൊന്ന് തട്ടി. Come on. Shabala Raba Saradiana. Hallelujah. എത്ര പേർക്കത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. അവൻ ഒരു ദൈവ പൈതൽ കരയുന്നതിന് മുൻപ് അവൻ അനുഭവിക്കാൻ പോകുന്ന വേദനകളുടെ തൂക്കം ഉള്ളതുപോലെ അറിയുന്ന ഒരാത്മാവ് സ്വർഗത്തിലുണ്ട്. 1000 വർഷത്തിന് മുമ്പ് ആ കണ്ണുനീരിന്റെ ആഴം പ്രവചിച്ചു. 750 വർഷത്തിന് മുമ്പ് ദുഷ്ടന്മാരുടെ നടുവിൽ അവൻ കിടക്കുമെന്ന് പ്രവചിച്ചു. എന്നിട്ട് ഒരു മടിയും കൂടാതെ യെശയ്യാവ് എഴുതി വെച്ചു, അവനെ കിടത്താൻ അവൻ ആഗ്രഹിക്കുന്നത് കള്ളന്മാരുടെ നടുക്ക, പക്ഷെ അവൻ കിടക്കുന്നത് മന്ത്രിമാരുടെ ഇടക്കായിരിക്കുമെന്ന്. ഇന്ന് രാത്രിയിൽ ആരുടെയൊക്കെയോ കുടുംബത്തിന് പേര് പിശാച് ഉണ്ടാക്കി വെച്ച തകിടിൽ എഴുതിയ ദുരന്തങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തിരിക്കാൻ പോകയാ. ഓ എനിക്കറിയില്ല, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. ആത്മാവ് പറയുന്നു, നിന്റെ തലമുറ മുടിഞ്ഞു പോകാൻ, നിന്റെ കുടുംബം നശിച്ചു പോകാൻ, നിന്റെ സ്വപ്നങ്ങൾ നശിച്ചു പോകാൻ പിശാച് ഉണ്ടാക്കിയ എല്ലാ ദുരന്തങ്ങളും ഹല്ലേലൂയ. ഓ നല്ലപോലെ കൈയടിച്ച്, ഇതൊരു സാധാരണ രാത്രിയല്ലോ, ദൈവം ചിലത് തിരുത്തുകയാ. ലബർധന ലഗ്ധനായ ഇല്ല, അത് നിന്റെ വീട്ടിൽ വരികയില്ല. അത് ശക്തിയോടെ ആരാധിച്ചു. ഏതൊക്കെയോ വീടിനകത്തുനിന്ന് ആ ദുരന്തത്തെ ദൈവം തിരിക്കുകയാ. ഹല്ലേലൂയ. സെക്കറിയാവ് എഴുതി, നീയോ ബേത്ലഹേം എഫ്രാത്തെ. അയ്യോ ഞാനത് വായിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട് ദേവദാസന്മാരെ. കാര്യം എഫ്രാത്ത 2 ഉണ്ട്. എഫ്രാത്ത 2 ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു, കാണുന്ന എഫ്രാത്തയല്ല, ബേത്ലഹേം എഫ്രാത്ത. എന്നെ ക്ലാരിറ്റിയാ യേശുവിന്റെ വരവിന്.
ഇനി അടുത്തത്, യേശുവിനെ വിൽക്കാനുള്ള നാണയത്തിന്റെ എണ്ണം സെക്കരിയാവ് പറഞ്ഞു 30 വെള്ളിക്കാശ്. അവൻ കേറി വരുന്നത് ആമേ ബെൻസേലുമല്ല, ഓടിയലുമല്ല, മറിച്ച് കഴുത്തേന്ന് കയറടിച്ചൊരു കഴുത. ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവം ഒരു അബദ്ധമല്ല. അവൻ പെട്ടെന്ന് ഉത്ഭവിച്ചതല്ല. അവൻ അനാദിയായ ദൈവം. കരമൊന്ന് ഉയർത്തിയൊരാമേൻ പറഞ്ഞാട്ടെ. എന്നാ അന്തസ്സ യേശുവിനെ ആരാധിക്കാനല്ലേ. ഞാൻ പണ്ട് മാവേലിക്കര ശിശു പിടിച്ചോണ്ടിരുന്നപ്പോ ഒരു മനുഷ്യൻ വന്നേച്ച്, ഞാൻ ഈ പറഞ്ഞ നല്ല രീതിയിൽ എടുക്കണേ, എന്നോട് പറഞ്ഞു ഞാനൊരു രോഗിയാണ്. ഞാൻ പറഞ്ഞു പറഞ്ഞാട്ടെ. അദ്ദേഹം പറഞ്ഞു എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാമെങ്കിൽ നിങ്ങളുടെ യേശു ദൈവമാണെന്ന് ഞാൻ സമ്മതിക്കാം, രക്ഷിക്കപ്പെടാന്നല്ല. ഹലോ, എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാമെങ്കിൽ യേശു ദൈവമാണെന്ന് ഞാൻ സമ്മതിക്കാം. ഞാൻ അയാളോട് ചിരിച്ചോണ്ട് പറഞ്ഞു, ഇയാൾ ചത്തുപോയാലും യേശു ദൈവമാണ്. എന്നാ വിലങ്ങറയാണോ ആർക്കറിയോ? എന്റെ ദൈവദാസന്മാരെ, ഒരാളെ സൗഖ്യമാക്കിയിട്ട് വേണോ യേശുവിന് ദൈവമാകാൻ? സൗഖ്യങ്ങളൊക്കെ യേശു ദൈവമാകാൻ ചെയ്യുന്നതല്ല, അതവന്റെ ദൈവത്വത്തിലെ ഔദാര്യങ്ങളാണ്. ഞാൻ അവക്കൊന്ന് തെളിച്ചു പറയട്ടെ. യേശു അത്ഭുതം ചെയ്ത് ഗ്രേഡ് മൂത്ത് ദൈവമായതല്ല. ഇവിടുത്തെ ദൈവങ്ങൾ അത്ഭുതം ചെയ്ത് ദൈവമായതാ. യേശു ചെയ്ത് ദൈവമായതല്ല. അവൻ ദൈവമായതുകൊണ്ട് അത്ഭുതം ചെയ്തതാ. ഹല്ലേലൂയ. ഞാനൊരു 5 മിനിറ്റ് എൻ്റെ സാക്ഷി ഒന്ന് പറയാം. ഇന്നേക്ക് ഒരു 10, 39, 40 വർഷത്തിന് മുമ്പ് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പം 40 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 5 2 7, അപ്പം ഇവന് 47 വയസ്സ് കാണും. സത്യം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഞാനും എൻ്റെ വല്യപ്പച്ചനും കൂടെ, ഞാനൊരു സാധു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചയാളാണ്. വീടിൻ്റെ തിണ്ണയിൽ മുച്ചോട് കത്തിയുടെ നിലവിളക്കിൻ്റെ മുമ്പിൽ സന്ധ്യാനാമ ജപത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ രാത്രി 7:30 ജോലി കഴിഞ്ഞ് എൻ്റെ അപ്പൻ വീട്ടിലേക്ക് വരികയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ സ്ഥലം കുമരകമാ, കണ്ടത്തിൻ്റെ നടുക്കാ വീട്. വീടിൻ്റെ മുറ്റത്ത് തറ കൂടിയിരുന്ന ഒരു അണലിയെ എൻ്റെ അപ്പൻ ചവിട്ടി. അത് ആർത്തിയോടെ എൻ്റെ അപ്പന് കൊത്തി. രാത്രി 7:30 ഒരു അലർച്ചയോടെ എൻ്റെ അപ്പൻ നിലംപൊത്തി. എൻ്റെ അപ്പൻ നിലംപൊത്തി. സന്ധ്യാസമയത്തുള്ള വിഷദംശനം മരണകാരണമാണെന്ന് പറഞ്ഞ് അന്ധവിശ്വാസങ്ങളുടെ കൂടായ എൻ്റെ വല്യപ്പൻ കത്തി നിന്ന് നിലവിളക്കെടുത്ത് സ്വന്തം നെഞ്ചിലേക്ക് ആഞ്ഞടിക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല, എൻ്റെ കണ്ണിൻ്റെ റെറ്റിനയിലെ ഓർമ്മ ചിത്രങ്ങളാണ്. ക്ലാവ് പിടിക്കാത്ത, തുരുമ്പടിക്കാത്ത ഓർമ്മകൾ. ആമേ വിളക്കെടുത്ത് നെഞ്ചിലേക്ക് ആഞ്ഞടിച്ചു. എൻ്റെ വല്യപ്പൻ്റെ കൺമണി പിറകോട്ടും മലർന്നു. കണ്ണിൻ്റെ വെള്ളക്കരു തെളിഞ്ഞു. ഉച്ഛ്വാസം വേഗതയിലായി, സുബോധം അബോധമായി. നിങ്ങൾ കണ്ടോ? ദുരന്തം രംഗബോധമില്ലാത്ത കോമാളിയ. ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് മരം വെട്ടി മറിച്ചതുപോലെ വീട്ടിലെ 2 ആണുങ്ങൾ പിടച്ച് നിലം പൊത്തിയത്. പാമ്പിന്റെ കടിയേറ്റ് മുറ്റത്തെ അപ്പൻ നിലവിളക്കെടുത്ത് ചങ്കിനടിച്ച് വീടിന്റെ തിണ്ണയിൽ എൻ്റെ വല്യപ്പൻ ഇതേ സമയത്ത് അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുകയാ. പക്ഷേ അന്ന് രാത്രി കഞ്ഞി വിളമ്പിയില്ല. അന്ന് രാത്രി ആരും കഞ്ഞി കുടിച്ചില്ല. ഞാൻ ഈ ദേശത്തോടൊരു പ്രവചനം പറയാം. വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടിന്റെ അകത്തുണ്ട്. ഈ യോഗം വെറുതെയല്ല, അതിനെ അഴിക്കാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കസേരയിൽ ഇരിക്കുമ്പോൾ യേശു ഈ ദേശത്ത് ചലിക്കുകയാണ്. ചില വീടിന്റെ ശാപത്തെ അഴിക്കാൻ. വീടിന്റെ സിറ്റ് ഔട്ടിൽ, വീടിന്റെ ടെറസിൽ, വഴിവക്കിൽ, ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി നിന്ന് എന്നെ കേൾക്കുന്ന എന്റെ കൂടപ്പിറപ്പ്, നിന്റെ വീടിന്റെ ശാപത്തെ അഴിക്കാൻ ഒരാൾക്ക് കഴിയും. എന്റെ അപ്പനെ കോട്ടയം കാരിത്താസിലും വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിലും അഡ്മിറ്റ് ചെയ്തു. പാമ്പ് കടിച്ചതും വിഷം കയറിയതും എൻ്റെ അപ്പന്റെ ദേഹത്താണ്. പക്ഷെ ആദ്യം ലോകത്തുനിന്ന് വിട പറഞ്ഞത് എൻ്റെ വല്യപ്പനാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ICU യൂണിറ്റിലെ അരണ്ട തണുപ്പത്ത് ജീവന്റെയും മരണത്തിന്റെ ഇടയ്ക്കുള്ള സമരം അവസാനിപ്പിച്ച് 5ാമത്തെ ദിവസം കണ്ണ് തിരുമ്മി അടച്ച് താടി വട്ടം കെട്ടി മൂക്കിനകത്ത് പഞ്ഞു തിരികെ പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പൊക്കിയ പന്തലിൽ ശരീരം വെച്ചു. നാടളകിയ അനുശോചന പ്രവാഹം. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളിയടിക്ക് ശരീരം ചിതക്കി കൊടുത്തു.
ആളിക്കത്തുന്ന വിറകിന്റെ അഗ്നി ശരീരത്തെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി. നെയ്തെടുത്ത് 6 പച്ചവട്ടിക്കകത്ത് ചാരം കോരി അസ്ഥി കൊണ്ട് അടിമയും വെച്ച് ചാരം വെള്ളത്തിൽ ഒഴുക്കി ബലിപ്പുര കെട്ടി പ്രാർത്ഥിച്ച ദിവസങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ വല്യപ്പൻ്റെ ശരീരം കത്തിയ മണ്ണിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പ് ഉച്ചനിറുകുന്നത് ഉള്ളങ്കാല് വരെ പഴുത്തു പുഴുത്ത് വീങ്ങി വരുത്ത് നാസാരന്ധ്രം തുളച്ചു കയറുന്ന കഠോരമായ ദുർഗന്ധത്തിന് അടിമയായി ഇന്നർ ഓർഗൻസ് മുഴുവൻ കേടുവന്ന് 5 തവണ രക്തം മാറിയിട്ടും ശരീരത്തിലെ വിഷം മാറാത്തവനായി ആശുപത്രി എൻ്റെ അപ്പനെ കൈവഴിയുകയാ. അഹങ്കാരം കൊണ്ട് അരകെട്ടി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എടാ, ദൈവം ഒരുത്തനെ തൊട്ടാൽ അവനെ നേരെയാക്കാൻ ദൈവത്തിനല്ലാതെ ആ കരമം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര കാശ് നിന്റെ കയ്യിലുണ്ടെങ്കിലും, എത്ര വണ്ടി നിന്റെ മുറ്റത്ത് നിരത്തിയിട്ടാലും, ദൈവം ഒരുത്തനെ തൊട്ടാൽ ഒരു നല്ല ആമേൻ പറയാൻ മേലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗമൊക്കെ തീർന്നടാ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? നിങ്ങളുടെ ട്രാക്ട് കൊടുപ്പൊക്കെ തീർന്നടാ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയൊക്കെ തീർന്നടാ. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? ഞങ്ങളിതെല്ലാം ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ചിരിച്ചോണ്ട് എന്നോട് ചോദിച്ചു, നിനക്ക് സങ്കടമില്ല? ഞാൻ ഒരു സങ്കടമില്ല, ഒരു സങ്കടമില്ല. എൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങളെ ഇറക്കുന്നതാ നല്ലത്. ഞങ്ങളെ ഇറക്കിയില്ലെങ്കിൽ ബാലസിംഹം റോട്ടിൽ ഇറങ്ങും. ഡെമസ്കോസിന്റെ പടിവാതിക്ക വെച്ച് IPC-ക്കാരും ചർച്ചകോടുകാരും നടത്തിയ യോഗത്തിനല്ല പൗലോസ് മാനസാന്തരപ്പെട്ടത്. തമ്പുരാൻ നേരിട്ടിറങ്ങി അടിച്ചു പിടിക്കുക. ഞങ്ങളെ ഇറക്കിയില്ലെങ്കിൽ നിനക്ക് അറസ്റ്റ് ചെയ്യാൻ മേലാത്ത ഒരാൾ ഇവിടെ ഇറങ്ങും. അയ്യോ, എന്നെ ഉണങ്ങി അല്ലേ? ഇന്ത്യ മഹാരാജ്യമേ, ഞങ്ങൾ സേവിക്കുന്നത് ഒരു ബാലസിംഹത്തെയാണ്. പോട്ടെ. ആശുപത്രി കൈയൊഴിഞ്ഞു. എൻ്റെ അപ്പനെ വീട്ടിൽ കൊണ്ടുവന്നു. രക്തബന്ധങ്ങളെല്ലാം കൈവിട്ടു. അപ്പൻ്റെ സഹോദരങ്ങൾ 3 ഈ സമയം വരട്ടുന്നു. അയ്യോ, എല്ലാവരും കൈവിട്ടു, എല്ലാവരും കൈവിട്ടു, എല്ലാവരും കൈവിട്ടു. സ്വന്തം ബന്ധങ്ങളെല്ലാം കൈവിട്ടു. അവസാനം സ്വന്തം പേരെ ഞങ്ങൾ പൊളിച്ചു വിറ്റു. വീടിൻ്റെ മുറ്റത്ത് ഏറുവാടം കെട്ടി മരണം കാത്തിരിക്കുമ്പോൾ 2 പേര് വന്ന് എൻ്റെ അപ്പനോട് സുവിശേഷം പറഞ്ഞു. 200 രൂപ വിലയുള്ള ഒരു പ്ലാസ്റ്റിക് കേസറിൽ എടുത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ നടന്ന് വീട്ടിലോട്ട് വന്നു. യേശു ജീവിക്കുന്നു. ഇനി ഈ ദൂത് പറഞ്ഞില്ലേ, എനിക്ക് പോകുന്ന വഴിയെല്ലാം വയറ്റ് വേദന എടുക്കും. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേക്കാം. യേശുവിൻ്റെ കരച്ചിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ മേലാത്തതാണ് കരച്ചിൽ. പക്ഷേ യേശുവിൻ്റെ കരച്ചിൽ പ്ലാൻ ചെയ്തതാണ്. ബൈബിളിനകത്ത് ക്രൂശുമായിട്ട് കണക്ട് ചെയ്യുന്ന 4 കരച്ചിലുകൾ പെട്ടെന്ന് പറയാം. 4 കരച്ചിലുകൾ ക്രൂശിനോട് ബന്ധപ്പെട്ട്. ഒന്നാമത്തെ കരച്ചിൽ ഞാൻ പോകുന്ന മോറിയായിക്കാണ്. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? അബ്രഹാമിന് വിശദീകരിക്കാൻ നേരമില്ലേ, ഈ ക്ലോക്ക് എന്നെ വരട്ടുന്നുണ്ട്. മോറിയയുടെ മേളിലേക്ക് തൻ്റെ മകനെയും കൊണ്ട് അബ്രഹാം കയറിപ്പോകുകയാണ്. 25 വർഷം പ്രാർത്ഥിച്ചിട്ടാണ് ഒരു കൊച്ചിനെ കിട്ടിയത്. എനിക്ക് അബ്രഹാമിനെ അങ്ങ് ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലേക്ക് ഒരാൾ വിശ്വാസത്തിൽ വന്നിട്ട് 25 വർഷം എങ്ങനെ മറുപടി കിട്ടിയില്ലേ, 26 സഭ മാറിയേനെ. ഹല്ലേലൂയ. പക്ഷേ അബ്രഹാം തമ്പുരാനെ തന്നെ അങ്ങ് വാട്ടം പിടിച്ചു. 25ാമത്തെ വർഷം കർത്താവ് ഒരു തലമുറയെ കൊടുത്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ തലമുറയെ ദൈവം തിരിച്ചു ചോദിച്ചപ്പോൾ മടി കൂടാതെ കൊടുക്കാൻ തീരുമാനിച്ചു. അബ്രഹാമിന് കൈ നീട്ടി മേടിക്കാൻ മാത്രമല്ല, കൈ അയച്ചു കൊടുക്കാനും അറിയാം. ആ മകനെ കൊണ്ട് മോറിയയുടെ കയറ്റം കയറുകയാണ്. ലോകത്തിൽ സമാനതകളില്ലാത്തൊരപ്പൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഇന്നലെ വരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ വരെ കയ്യിൽ വെച്ച് താരാട്ടുപാടി താലോലിച്ച ആ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന ഈർച്ചയുള്ള മൂർച്ച കൊണ്ട് അവൻ്റെ ഗളവറുക്കണം. സ്വന്തം കൊച്ചിൻ്റെ ശരീരം ഉടലും നിലത്ത് കിടന്ന് പിടയ്ക്കുമെന്ന്. എനിക്ക് 2 മക്കളുണ്ട്. നിങ്ങൾക്ക് തലമുറകളില്ലേ, സ്വന്തം കുഞ്ഞിൻ്റെ കാലിൽ നഖമൊന്ന് പൊട്ടിയാൽ കൊച്ചിന് വേദനിക്കുന്ന വിരലല്ല, അമ്മയ്ക്ക് വേദനിക്കുന്ന നെഞ്ചിൻ്റെ അകത്താണ്. അതാണ് വൈകാരികതയുടെ മൂർത്തിഭാവം. സ്നേഹത്തിന്റെ ആഴക്കടലാണമ്മ. അപ്പൻ വാത്സല്യത്തിന്റെ അങ്ങേയറ്റമാണ്. സ്വന്തം മകനെ കൊണ്ട് കയറ്റം കയറുമ്പോൾ മകന്റെ ഉടല് പിടയ്ക്കുന്നു. നിങ്ങൾ കേൾക്കുന്നില്ല, ആരോട് പറയാനാ? മകന്റെ ചോര ചീറ്റുന്നു, മകന്റെ തോലിരിക്കുന്നു, മകന്റെ മാംസം വെള്ളത്തിൽ കുലുക്കി കഴുകുന്നു, മകന്റെ ശരീരം വിറകിന്റെ മേളിൽ കയറ്റിവെക്കുന്നു. എന്തിനാണെന്നറിയാമോ? അബ്രഹാം മകനേക്കാൾ കൂടുതൽ വേറെ ഒരാളെ സ്നേഹിക്കുന്നു. കേട്ടില്ല? ഹല്ലേലൂയ. മകനേക്കാൾ കൂടുതൽ വേറെ ഒരാളെ സ്നേഹിക്കുന്നു.
അബ്രഹാം മോറിയയുടെ മേളിൽ ചെന്നു, മകനെ കെട്ടി, യാഗപീഠത്തിന്റെ മേളിൽ വിറകിന്റെ മേളിൽ വെച്ചു, മൂർച്ചയുള്ള വാള് മേളിലോട്ട് ഉയർത്തി. ഇന്ന് രാത്രി ഞാൻ ആരോടോ ദൂത് പറയുന്നു, പൊക്കിയ വാളിന്റെയും ഇസഹാക്കിന്റെ കഴുത്തിന്റെ ഇടയിൽ ഇനി മറുപടി ഇല്ലെന്ന് ചിന്തിക്കരുത്. അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവശബ്ദമുണ്ട്. വളരെ ക്രൂഷ്യലായ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി ചലിക്കാൻ പോകയാ. മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. ശ്രദ്ധിച്ച് ഹല്ലേലൂയ. എന്നോട് കൂടെ വരണേ. ഹല്ലേലൂയ. ആമേൻ. കുറെ പേര് കൈയടിക്കാതെയും പ്രാർത്ഥിക്കാതെ കയറിപ്പുണ്ട്. ഒരു 3-ാം ദിവസം തീരുന്നതിന് മുമ്പെങ്കിലും അടിച്ചാൽ മതിയായിരുന്നു. കർത്താവേ തുണയണേ. ഹല്ലേലൂയ. നടക്കുമായിരിക്കും, മിക്കവാറും നടക്കും. 3-ാം ദിവസം ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ പറയും, ഈ കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചില്ല, പിന്നെ കൈയും കാലും കൂടെ ഒരുമിച്ചിട്ട് അടിക്കേണ്ടി വരും. എന്നെക്കാൾ നല്ല കൈയടിക്കുന്നതെന്ന് ഞാൻ പറയുമായിരുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയില്ലായിരിക്കും, എന്നാൽ എന്നെ വിട്ടേര്. ഹല്ലേലൂയ. നോക്ക് കര ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അബ്രഹാം വാളെടുത്ത് മേളിലോട്ട് വെക്കുക. അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. ഒരു ദൈവശബ്ദം. അബ്രഹാം വിറച്ചു. അബ്രഹാം ഭയന്ന് നിൽക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, ആണ്ട കിടക്കുന്ന ആട്. അബ്രഹാം ഓടിച്ചെന്നു. കാട്ടുവള്ളി കൊമ്പിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ അഴിച്ച് അതേ യാഗപീഠത്തിൽ, നിങ്ങൾ കേട്ടില്ല, യാഗപീഠത്തിന്റെ മേളിൽ ആ ആടിനെ അർപ്പിക്കാൻ ഒരൊറ്റ വെട്ട്. ആടിന്റെ കരച്ചിൽ കേട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു, നീ കരയേണ്ടതിന് പകരം ഒരാട് കരയുകയാ. ഒന്നാമത്തെ കരച്ചിൽ മോറിയയുടെ മേളിൽ കേൾക്കുകയാണ്. എനിക്ക് പകരമായി ഇന്ന് രാത്രി ഞാൻ ചിരിക്കുന്നത് അവന്റെ കരച്ചിൽ കൊണ്ടാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതാണ് രക്ഷയുടെ അടിസ്ഥാനം. ഞാൻ ആ 1-ാമത്തെ ഭാഗത്തിന് ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കുന്നു, അവിടെ ആട് കരഞ്ഞത് പാസ്റ്റേ ഒരാൾക്ക് വേണ്ടിയാണ്, ഒരു ഇസഹാക്കിന് വേണ്ടി. കരച്ചിൽ 2 ഏദൻ തോട്ടത്തിലാണ്. ദൈവം ഉണ്ടാക്കിയ 1-ാമത്തെ മനുഷ്യൻ ആദം ഹവ്വ പഴം പറിച്ചു. നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ പ്രബുദ്ധരല്ലേ. പഴം പറിച്ചു തിന്നോ. ഹവ്വയെ പഴം തിന്നു. ആദാമേ പഴം തിന്നു. എന്താ സംഭവിച്ചു? മുടി കൊഴിഞ്ഞു പോയോ? ഇല്ല. നിറം നഷ്ടപ്പെട്ടോ? ഇല്ല. ആകാരം പോയോ? ഇല്ല. ഉയരം പോയോ? ഇല്ല. പഠിച്ചെടുത്ത ഡിഗ്രി പോയോ? ഇല്ല. പാടാനുള്ള കഴിവ് പോയോ? ഇല്ല. ആടാനും ചാടാനും ഓടാനും ഉള്ള കഴിവ് പോയോ? ഇല്ല. പിന്നെ പോയതെന്താ? അത് തേജസ്സാണെങ്കിൽ സാത്താന്യ ലോകം പേടിക്കുന്നത് നിന്റെ കഴിവിനെ അല്ല, പേടിക്കുന്നത് നിന്റെ തേജസ്സിനെയാ. ഹല്ലേലൂയ. പഴം പറിച്ചു തിന്നു. തമ്പുരാൻ പറഞ്ഞു, ആദാമേ നീ എവിടെ? ആദാം പറഞ്ഞു, ഞാനിവിടെ ഒളിച്ചിരിക്കുവാന്ന് പറഞ്ഞു. ഞാൻ ഒളിച്ചിരിക്കുക. തമ്പുരാൻ ചോദിച്ചു, ഞാൻ ചേരുന്ന് പറഞ്ഞ മക്കൾ ചെയ്തോ? ഇവള് തന്നു, ഞാൻ തിന്നു. ഇവള് തന്നു, പറ, ഞാൻ തിന്നു. കുറച്ചു നേരത്തേക്ക് തമ്പുരാനെ കാണാനില്ല. ഹവ്വ ആദാമിനോട് പറഞ്ഞു, എനിക്കതൊക്കെ നന്നായിട്ട് വിചാരിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാ. ഹവ്വ ആദാമിനോട് പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തില്ലേ? അവൻ വാളെടുക്കാൻ പോയതായിരിക്കും, ചാട്ട എടുക്കാൻ പോയതായിരിക്കും, അടിക്കും, നമ്മളെ കൊല്ലും. നമ്മൾ തെറ്റ് ചെയ്തില്ലേ? മണ്ണിൽ നമ്മളെ ഉണ്ടാക്കി, നമ്മൾ അവന്റെ വാക്ക് കേട്ടില്ലല്ലോ, പാമ്പിന്റെ വാക്ക്. ദൈവം നമ്മളെ കൊല്ലും. ഇപ്പൊ വടിയായിട്ട് വരും. കൊച്ചു അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഒരു കാലച്ച കേൾക്കാൻ പതുക്കെ. ഹവ്വ ആദാമിനോട് പറഞ്ഞാണ്ട് വരുന്നുണ്ട്, നമ്മളിപ്പം മരിക്കാൻ പോയി, ഇപ്പം നമ്മളെ തല്ലിക്കൊല്ലും. നോക്കുമ്പോൾ കർത്താവിന്റെ കയ്യിൽ വാളില്ല. യഹോവയായ ദൈവത്തിന്റെ കയ്യിൽ കുന്തമില്ല, അവന്റെ കയ്യിൽ വടിയില്ല. അവന്റെ കയ്യിലിരിക്കുന്ന ചോര ഒഴുകുന്ന ഒരാടിന്റെ തോല്. നിങ്ങൾ കേട്ടില്ല? ചോര ഒഴുകുന്ന ഒരാടിന്റെ തോല്. ഇന്ന് രാത്രി എഴുതി വെച്ചോണം, തെറ്റിപ്പോകുന്ന മനുഷ്യരെ വെട്ടിക്കൊല്ലുന്ന ദൈവമല്ല എന്റെ ദൈവം. തന്റെ ഓമനകുമാരനെ കാൽവറിയിൽ നമുക്ക് പകരമായി യാഗമാക്കിയിട്ട് അവന്റെ തോലെടുത്ത് വെച്ച് പറഞ്ഞു, മക്കള് വാ, മക്കളോടുക്ക്. സ്നാനപ്പെടുമ്പോൾ നമ്മൾ കർത്താവിനെ ധരിക്കുന്നത്. 2-ാമത്തെ ആടിന്റെ കരച്ചിൽ കേട്ടത് ഒരാൾക്ക് വേണ്ടിയല്ല, ഒരു കുടുംബത്തിന് വേണ്ടിയാണ്. 3-ാമത്തെ കരച്ചിൽ പുറപ്പാട് 12-ലാണ്. ആമേൻ. രാത്രി സമയത്ത് ഒരാടിനെ പിടിച്ച് വീടിനകത്ത് വെച്ച് കഴുത്തിറക്കുന്നു. സന്ധ്യാസമയത്ത് എല്ലാവരും വീട്ടിൽ കാണണം. നമുക്ക് ചില ആളുകളുണ്ട്, റോട്ടിൽ പോയി കുമ്പിളിനകത്ത് കടല മേടിച്ച് വായിക്കാത്ത എറിഞ്ഞില്ല വയറ്റുവേദന ഉണ്ടാകുന്ന ആളുകളുണ്ട്. വൈകുന്നേരം വീട്ടിൽ ഇരിക്കത്തുമില്ല, പ്രാർത്ഥിക്കത്തുമില്ല. അഥവാ വീട്ടിൽ ഇരുന്നാൽ ബലാത്സംഗ കേസ് കണ്ടോണ്ടിരിക്കും. ഇപ്പൊ മുഴുവൻ അതാണല്ലോ ടി വിക്കകത്ത്. അതൊരു ട്രെൻഡായിട്ട് നിൽക്കുന്ന സമയം. നോ, സന്ധ്യാസമയത്ത് കർത്താവ് വീടിന്റെ മുറ്റത്ത് വരും.
കേട്ടില്ല 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 കേട്ടില്ല. കർത്താവ് വീടിന്റെ മുറ്റത്ത് വരും. സന്ധ്യാസമയത്ത് ആടിനെ പിടിച്ച് കടുത്തറത്ത് തോലുരിച്ച് ആമേ വീടിനകത്ത് അതിനെ ചുട്ട് കയ്പിന്റെ ചീരയും പുളിപ്പില്ലാത്ത അപ്പവും കൂട്ടി തിന്നിച്ച് ആ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുകയാണ്. ആ വീടിനകത്ത് സംഹാരദൂതൻ കയറിയില്ല. ഞാൻ സാധാരണ എപ്പോഴും പറയും, ഫറവോന്റെ മകൻ മരിച്ചു, കുഴിവെട്ടുകാരെ വിളിച്ച പറഞ്ഞു, അവൻ പറഞ്ഞു ഇന്ന് കുഴിവെട്ടില്ല, എൻ്റെ കൊച്ചു മരിച്ചു. കുഴലൂത്തുകാരനെ വിളിച്ച പറഞ്ഞു ഇന്ന് കുഴലൂത്തില്ല, എൻ്റെ കൊച്ചു മരിച്ചു. പന്തലിടിലുകാരനെ വിളിച്ചു, അവൻ പറഞ്ഞു പന്തലിടിയിലില്ല, എൻ്റെ കൊച്ചു മരിച്ചു. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പന്തലിടാൻ ആളില്ലാതെ, കുഴലൂതാൻ ആളില്ലാതെ, ആമേ ശവ അടക്കാൻ ആളില്ലാതെ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണേ, പട്ടിയെ വലിച്ചു കുഴിച്ചിടുന്ന പോലെ സ്വന്തം മകനെ കുഴിച്ചിടേണ്ട ഗതികേട് ഫറവോനുണ്ടായി. ഞാൻ ദൈവമക്കളോടൊരു ദൂത് പറയാം, ഇസ്രായേലിലെ കുഞ്ഞുങ്ങളുടെ കാലെ പിടിച്ച് നൈൽ നദിയിൽ എറിയുമ്പോ ചോദിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് മറന്നു പോകണ്ട. കാലം മാറിയും മറിഞ്ഞും തിരിഞ്ഞും വരുമെന്ന് എന്റെ ദൈവം സർവശക്തനാ. അമ്പുരാൻ പറഞ്ഞു, മക്കളെ ആടിന്റെ ചോരയെടുത്ത് കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ട്. ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ മരണദൂതൻ, നിങ്ങൾ എന്നെ കേട്ടെ പ്ലീസ്, മരണദൂതൻ കയറിയില്ല, അവിടെ ആള് കരഞ്ഞില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടം പറയാൻ, ആള് കരഞ്ഞില്ല. ആരോ ചോദിച്ചു, എന്താ നിങ്ങളുടെ വീട്ടിൽ കരച്ചിലില്ലാത്തത്? ആമേ, അവിടെ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ആള് കരയാത്തത് ഞങ്ങളുടെ വീട്ടിൽ ഒരു ആട് കരഞ്ഞത് കൊണ്ടാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ വിലങ്ങറയുടെ മണ്ണ് ഇളക്കി വിടുന്ന ഒരു ശാപവും പ്രാർത്ഥിക്കുന്നവന്റെ പടിക്കകത്ത് കയറിയല്ല. കാരണം നീ കരയാതിരിക്കാൻ ഒരാട് കരമൊന്ന് തട്ടിക്കുവാൻ. കണ്ടോ, ഒരാടിന്റെ കഴുത്ത് മുറിഞ്ഞപ്പോൾ, കരച്ചിൽ വെളിപ്പെട്ടപ്പോൾ, ആമേ, ആ ദേശത്ത് ഒരു മരണദൂതനും അവരുടെ വീട്ടിൽ കയറിയില്ല. മൂന്നാമത്തെ കരച്ചിൽ ഇസ്രായേലിന്റെ വീട്ടിൽ. ആ കരച്ചിൽ നടന്നത് ഒരു വ്യക്തിക്കല്ല, ഒരു കുടുംബത്തിനല്ല, ഒരു ജാതിക്ക് വേണ്ടിയാണ്. ഹലോ, എന്നാൽ ഇന്ന് രാത്രി എനിക്കൊരു 2 മിനിറ്റ് ഉയർത്താനുള്ളത് അവസാനത്തെ കരച്ചിലാണ്. അതാണ് വായിച്ചത്. ആ കരച്ചിൽ ഒരാൾക്ക് വേണ്ടിയല്ല, ആ കരച്ചിൽ ഒരു കുടുംബത്തിന് വേണ്ടിയല്ല, ആ കരച്ചിൽ ഒരു ജാതിക്ക് വേണ്ടിയല്ല, മറിച്ച് ലോകത്തിന്റെ പാപത്തെ ചുമക്കാൻ. അവൻ ജാതിയില്ലാതെ, മതമില്ലാതെ, വർണ്ണമില്ലാതെ, വർഗമില്ലാതെ ഇന്ന് രാത്രി കൊട്ടാരക്കരയെ, വിലങ്ങരയെ, നെല്ലിക്കുന്നമേ, ഈ ദേശത്ത് ഏത് മനുഷ്യന്റെയും രക്ഷയ്ക്ക് വേണ്ടി ഒരാട് തകർക്കപ്പെടുകയാ. നിങ്ങൾ കണ്ടോ, ഗാൽഗുത്തായുടെ നെറുകയിൽ ചോര ചൂടിയ ഒരാൾ കിടക്കുന്നത്. ആ കരച്ചിൽ എന്തിനു വേണ്ടിയാണ്? മാനവകുലത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ, മാനവകുലത്തിന്റെ ശാപത്തെ ഏറ്റെടുക്കാൻ. ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്നത് ഒരു കരച്ചിലാണ്. ആമേൻ. ആ കരച്ചിൽ കരഞ്ഞത് ഞാനല്ല, ഞാൻ കരയേണ്ടതിന് പകരമായി യേശു കരയുകയാണ്. അയ്യോ, ഇതൊരു നല്ല രാത്രിയാ. വിലങ്ങറയിൽ കാൽവരിയിലെ കരച്ചിൽ ഞങ്ങൾ ഉയർത്തുമ്പോൾ എനിക്കുറപ്പുണ്ട്, ചില വീടുകളിലെ കരച്ചില് എന്നേക്കുമായി ഇന്ന് രാത്രി ഇല്ലായ്മ ചെയ്യാൻ. 2000 വർഷം കഴിഞ്ഞിട്ടും കട്ടപിടിക്കാത്ത അവന്റെ ചോര ഇന്ന് രാത്രി ഈ തെരുവിലൂടെ ഒഴുകട്ടെ.